എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കാനായിട്ട് എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളെ, ഉമ്മമാരെ, അതുപോലെ തന്നെ ബാപ്പമാരെ. ഞാൻ പോലീസിൽ ഒരു 6 വർഷം പോലീസിലും അതിനുശേഷം ഒരു 10-22 വർഷം എക്സൈസിലും ജോലി ചെയ്യാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പം അടുത്ത കാലത്തുണ്ടായ കുറേ സംഭവങ്ങൾ ആണ് നിങ്ങളോട് പറയുന്നത്. അതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിലാണ് വെച്ചാണ് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ്, അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെ ക്ലാസ്സോ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു ഘടകം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം സുരക്ഷിതരാണോ? സുരക്ഷിതരാണോ? അല്ല. നമ്മുടെ വഴികളും ഇടവഴികളും പൊതുവഴികളും എല്ലാം സുരക്ഷിതരാണോ? ആണോ? ഈ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലഹരി, എന്ന ലഹരി, നമ്മളൊക്കെ പറയുന്ന ലഹരി എന്തായിക്കോട്ടെ, ആ ലഹരി എന്നുള്ളത് ഇത്രയും നാളും നമ്മൾ എവിടെയൊക്കെ കേട്ടിരുന്നത്? ഈ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ കേട്ടിരുന്നത് ഒരു പക്ഷേ ഡൽഹി, ബോംബെ, മഹാരാഷ്ട്ര അല്ലെങ്കിൽ ചെന്നൈ ഒക്കെ കേട്ടിരുന്നല്ലേ. ഇപ്പം എറണാകുളത്തും കേട്ടിരുന്നല്ലേ. ഇപ്പം നമ്മൾ അടുത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മാളയിലില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പുത്തഞ്ചേരിയിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ അയൽവക്കത്ത് ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അയൽവക്കത്ത് ഇതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ പറയാം, നമ്മുടെ വീട്ടില് ഇല്ല എന്ന്. എന്തേ ഞാൻ അങ്ങനെ പറഞ്ഞേ? നമുക്കൊക്കെ ഒരു പേടിയോ വിഷമൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് എന്ത്? ഒരിക്കലും നമ്മൾ പോലും ഇഷ്ടപ്പെടാത്ത, നമ്മൾ പോലും അംഗീകരിക്കാത്ത, നമ്മൾ പോലും സ്നേഹിക്കാത്ത, നമ്മളെ ആരും തന്നെ സ്വീകരിക്കാൻ സാധിക്കാത്ത, ഒരു പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി ഒരു പക്ഷേ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നിന്നോ നമ്മുടെ നടവഴിയിൽ നിന്നോ നമ്മുടെ ഇടവഴിയിൽ നിന്നോ നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വളരെ കുറച്ചാണ് അല്ലേ? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ കയറി വന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെയോ ഏറ്റവും ഇഷ്ടപ്പെട്ടവളെയോ ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മളെ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലാക്കി ഒരു പക്ഷേ കൊണ്ടുപോയേക്കാം. എന്താ ഞാൻ പറയാൻ കാരണം? നമ്മളൊക്കെ പത്രം വായിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? കുറേശ്ശെങ്കിലും പത്രമൊക്കെ നോക്കാറുണ്ട്. പത്രം നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ രാവിലെ പത്രം നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് 12 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 12 പേജ് മുഴുവൻ വായിച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് വായിച്ച് നമ്മുടെ കണ്ണുകൾ നിറയാറില്ലേ ഉമ്മമാരെ? ഇല്ലേ? ബാപ്പമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അവിടെ പലപ്പോഴും കഥാപാത്രമായി വരും. ഇത്ര നാളുകളായിട്ട് കഥാപാത്രങ്ങളായിട്ട് പലപ്പോഴും വന്നിരുന്നത് എങ്ങനെയാ? ബാപ്പ മക്കളെ തല്ലിയെന്നോ ഉമ്മ മക്കളെ തല്ലിയെന്നോ അല്ലേ? ഇപ്പം എങ്ങനെ കാണുന്നത്? ഇപ്പം എങ്ങനെ വരുന്നത്? നമ്മളെല്ലാം പറയാൻ ആഗ്രഹിക്കാത്ത, നമ്മളെല്ലാം പറയാൻ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാൻ കഴിയാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത, കണ്ടു നിൽക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് നമ്മളുടെ മാളയിലും സംഭവിച്ചത് ഇല്ലേ? എനിക്കടക്കം അത് പറയാനുള്ളൊരു ചങ്കൂറ്റില്ല വാസ്തവത്തിൽ. എന്തുകൊണ്ടാ അല്ലേ? നമുക്കൊക്കെ ജന്മം നൽകിയ നമ്മുടെ ഉമ്മമാരുണ്ട് അല്ലേ? നമുക്കൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയാ നമുക്കൊക്കെ ഒരു ജന്മം നൽകിയതവര് ഇല്ലേ? അതുമാത്രമാണോ? നമ്മുടെ ജീവനായ നമ്മുടെ ശരീരത്തില് അമ്മ തന്നൊരു മുറിപ്പാടുമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ? അമ്മ തന്നൊരു മുറിപ്പാടുമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരിക്കൽ പോലും നമുക്ക് മാറ്റി കളയാൻ പറ്റാത്ത, ഒരിക്കൽ പോലും നമ്മളിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത, എത്ര ഡോക്ടർമാർ എത്ര വലിയ ആൾക്കാർ വിചാരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഴുവനായിട്ട് മാറ്റി വരയ്ക്കാൻ പറ്റാത്ത ഒരു മുറിപ്പാട് നമ്മുടെ ശരീരത്തിൽ ജീവിതകാലം കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ.
അല്ലേ? നമ്മുടെ വയറിൽ ഒന്ന് തപ്പി നോക്കിയാൽ നമ്മൾ കാണാം നമ്മുടെ പൊക്കിൾ കൂടി. അതിനൊരു ഭംഗി കുറവുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട് അല്ലേ ചില ആൾക്കാരൊക്കെ. പക്ഷേ അതെന്താ? ജീവിതത്തിൽ അമ്മ നമുക്ക് നൽകിയ, അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നൽകിയ ഒരു മുറിപ്പാടാണത്. എന്തിനാത്? നമ്മൾ പലപ്പോഴൊക്കെ ഓർക്കണം. ആരെ? അമ്മമാരെ അല്ലേ? നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ പോകാറില്ലേ ഉമ്മമാരൊക്കെ അല്ലേ? ഈ ബാപ്പമാരെപ്പോഴും വലിയൊരു കഥാപാത്രമാണ് കേട്ടോ, ബാപ്പമാരെ മാറ്റിയെടുക്കുന്നില്ല. ഈ ഉമ്മമാര് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഉമ്മമാരല്ലേ? അല്ലേ? ഉമ്മമാരെ കൊടുക്കുന്നില്ലേ? നമ്മൾ മക്കൾക്ക് മുത്തൊക്കെ കൊടുക്കാറില്ലേ? ഇടില്ലേ? ഹഗ്, പുതിയ പേരൊക്കെ ഉണ്ട് അല്ലേ? ഹഗ് ചെയ്യാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ടോ? നിങ്ങളൊന്നിങ്ങനെ ഇന്ററാക്ട് ചെയ്താൽ എനിക്ക് കുറേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഉമ്മ കൊടുക്കാറുണ്ടോ? ഉവ്വ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന അത്ര ഉമ്മവും നമ്മൾ കൊടുക്കുന്നതിന്റെ കെട്ടിപ്പിടിക്കലും അതിൻ്റെ ഒരു ആർദ്രത നമുക്ക് അവരിൽ നിന്ന് കിട്ടാറുണ്ടോ? ഉണ്ടോ? ഇല്ല. താങ്ക് യു. നിങ്ങളത് ഉള്ളത് പറഞ്ഞേനാ കേട്ടോ. എന്തേ കിട്ടാത്തെ? എന്തേ കിട്ടാത്തെ? എവിടെയാ നമുക്ക് തെറ്റ് പറ്റിയത്? എവിടെ ഒരു മാറ്റം പറ്റി? തെറ്റല്ല, എവിടെ ഒരു മാറ്റം പറ്റിയത്? തെറ്റല്ല, മാറ്റം പറ്റിയത് എവിടെയാ? നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്കൊക്കെ പോകാറില്ലേ ഉമ്മമാരെ? ഇല്ലേ? ഭർത്താക്കന്മാരോടൊക്കെ പതുക്കിനൊന്ന് ഇടഞ്ഞിട്ട് എത്ര ഭർത്താവ്, ഞാനെന്ന ഭർത്താവും ഭാര്യ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാ എന്താ? അടുത്ത ദിവസം പോവാട്ടാ അല്ലേ? അല്ലേ? പിന്നത്തെ ദിവസം പോവാട്ടാ. ഒരിക്കലും ഇഷ്ടമല്ല ഭാര്യ വീട്ടിൽ പോണത്. എല്ലാവർക്കും അങ്ങനെയാന്നേ. പക്ഷേ നമ്മുടെ ഭാര്യമാരൊക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അവർക്ക് അല്ലേ? നമ്മുടെ ഉമ്മയുടെ അടുത്ത് നമ്മുടെ എത്തുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഉമ്മ ചെല്ലുമ്പോ തന്നെ ചോദിക്കില്ലേ, എന്തേ നീ ഇന്ന് പോന്നേ? ചോദിക്കാറില്ലേ? എന്തേ ഇന്ന് പോന്നേ? എന്താ പറ്റിയ നിനക്ക്? അവിടുത്തെ ഇതുണ്ടായിപ്പോ ഒന്നില്ലല്ലോ, ഇവിടുത്തെ ഇതുണ്ടായിപ്പോ ഒന്നില്ലല്ലോ. ഒരു പക്ഷെ അമ്മ നമ്മൾ എന്താ ചെയ്യാ? ചീത്ത പറയായിരിക്കും, വഴക്ക് പറയായിരിക്കും അല്ലേ? എന്നാലും എന്ത് ചെയ്യും? അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും അല്ലേ? പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ആ ചോറൊക്കെ വാരി തിന്നണ്ടല്ലേ? അടുക്കളയിൽ പോയിട്ട് ചോറൊക്കെ വാരി തിന്നണ്ടല്ലേ? ഇവിടെ വീട്ടിൽ പഷ്ണിയാന്ന് വിചാരിക്കും. ഞാനും ഭാര്യനെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു സാള് ഓടി അടുക്കളയിൽ പോവാ. നോക്കിയപ്പോൾ അടുത്തിരുന്നൊരു പ്ലേറ്റിൽ ചോറ് എടുത്ത ആളിങ്ങനെ ഉണ്ണുക. അപ്പൊ എനിക്ക് പേടിയായി, ഈ ഭാര്യയുടെ വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, അവിടുത്തെ ഭക്ഷണത്തിന് ഒരു സുഖം വേറെയാണ്, ടേസ്റ്റ് വേറെയാണ്. അതെന്താ? നമ്മൾ കളിച്ച് വളർന്ന, നമ്മൾ ജീവിച്ച് വളർന്ന, നമ്മൾ സ്നേഹിച്ച് വളർന്ന നമ്മുടെ ഒരു വീട് അല്ലേ? നമ്മുടെ അമ്മ കുറെ നമ്മളെ ചീത്ത പറയും, കുറെ വഴക്ക് പറയായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മയുടെ അടുത്തൊന്ന് കിടന്ന്, അമ്മയുടെ നെഞ്ചത്തൊന്ന് ചാരി കിടന്നാൽ, അമ്മ ഒന്ന് കൈകൊണ്ടൊന്ന് തലോടിയാൽ, അമ്മ ഒന്ന് പതുക്കൽ നമ്മൾക്ക് മുത്തം നൽകിയേ വേണ്ട, കൈകൊണ്ട് ഒന്ന് പിടിച്ചാൽ നമ്മുടെ എല്ലാ വിഷമവും പോവില്ലേ? അമ്മമാരെ? പോവില്ലേ? ജീവിതത്തിൽ അതിനേലും വലിയ സുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാ? നമ്മുടെ അമ്മയുടെ ഒരു തലോടൽ കിട്ടി അതിന് വലിയ സന്തോഷം നമുക്ക് വേറെ ഉണ്ടാ? ഇല്ല. ഒരു പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ഈ ഉമ്മയും മോളും കൂടി കരയും റൂമിലിരുന്ന്. ഇല്ലേ? കരയാറില്ലേ? എന്തുകൊണ്ടാ? നമുക്ക് കിട്ടിയ സ്നേഹം, നമുക്ക് കിട്ടിയ ഊഷ്മളത, അമ്മയോട് അടങ്ങാനാവാത്തൊരാവേശം മക്കളോടും, അതൊക്കെയല്ലേ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിൽ അല്ലേ? ഈ ബാപ്പമാരെന്ന് പറയുന്ന വലിയൊരു സാധനം ഉണ്ട് കേട്ടോ. ബാപ്പമാര് ജീവിതത്തിൽ ഒരിക്കലും കരയാൻ പാടില്ലാത്ത ആൾക്കാരെത്ര ബാപ്പമാര് അല്ലേ? ആണോ? ഇവര് രട്ടാളും ഉണ്ടല്ലേ ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലേ? കരയാൻ പാടില്ല എന്നല്ലേ പറയണ്? ബാപ്പമാര് കരയാൻ പാടണ്ട? എന്നേക്കാൾ പ്രായമുണ്ട്, എന്നല്ലേ ഞാൻ ചോദിച്ചാണ്. കരയാൻ പാടില്ല. ബാപ്പമാർ എന്ത് ചെയ്യുള്ളൂ? ബഹളം ഉണ്ടാക്കുള്ളൂ, ചീത്ത പറയുള്ളൂ, ദേഷ്യം കാണിക്കുള്ളൂ. എൻ്റെ ഉമ്മമാരെ ബാപ്പന്മാരെ ദേഷ്യം, സ്നേഹം, കരച്ചിലൊക്കെ എന്താണ്? ഈ ചീത്ത പറയലാണ്. ഈ ബാപ്പന്മാരെപ്പോഴും എന്താ? വലിയൊരു തണലാണ്, ഒരു വീടിന്റെ വലിയൊരു തണലാ. ആണോ? ബാപ്പന്മാര് കരയാൻ പാടില്ല. പക്ഷെ ബാപ്പന്മാര് കരയും. എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? നമ്മൾ ഏറ്റവും വലിയ സിനിമയിലെ ഏറ്റവും വലിയ കഥാപാത്രം ഉണ്ട്, ചാർലി ചാപ്ലിൻ. നിങ്ങളൊക്കെ കേട്ടോ? ചാർലി ചാപ്ലിൻ കേട്ടിട്ടുണ്ട് അല്ലേ? അയാൾ ഒരു ദിവസം ചോദിക്കുകയാണ്, സിനിമ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചാർലി ചാപ്ലിൻ പറയുന്നുണ്ട്,
എനിക്ക് മഴയത്ത് നടക്കാനാണ് ഏറ്റവും വലിയ ഇഷ്ടം. എന്താ പറഞ്ഞ? മഴയത്ത് നടക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഓ, അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു പത്രക്കാര്. അപ്പൊ ആള് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ. ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച, നമ്മളൊക്കെ ചിരിയുടെ ഏറ്റവും കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച, വെറും 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് വലിയ സന്ദേശം കൈമാറിയ ആ ചാർലി ചാപ്ലിന്റെ വാക്കുകളാണ്. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ എന്ന്. നമ്മുടെ ബാപ്പന്മാരൊക്കെ കരയുണ്ടെന്നേ, പക്ഷെ ആരും കാണാതെ. ഞാൻ ഭാര്യയോടൊക്കെ ചോദിക്കാറുണ്ട്, നിനക്ക് ദേഷ്യം വന്നാലോ വിഷമം വന്നാലോ സന്തോഷം വന്നാലോ നിനക്ക് നിന്റെ വീട്ടിൽ പോവാം, ഞാൻ എവിടേക്ക് പോവാന്ന്? എവിടേക്ക് പോവാ? നമുക്ക് പോവാൻ സ്ഥലമുണ്ടാ? നമുക്ക് വിഷമം പറയാൻ സ്ഥലമുണ്ടാ? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്. അതിനൊന്നും ഉത്തരമില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും മഴയത്ത് നമുക്ക് നടക്കാം. ആരെങ്കിലും മഴയത്ത് നടന്ന് കരഞ്ഞിട്ടുണ്ടോ? ആരും പറയരുത്, ഉണ്ടെന്ന് പറയരുത്. കരഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? കരഞ്ഞിട്ടില്ലേ? ഇപ്പോൾ താങ്ക് യു. കരഞ്ഞിട്ടുണ്ടാവും, ആരും കാണാതെ, ആരും അറിയാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്തിനതൊക്കെ പറയണമെന്നറിയോ? തിരിച്ചു വരാം. ഞാൻ ആദ്യം ചോദിച്ചു, മക്കൾക്ക് മുത്തം കൊടുക്കാറുണ്ടോ, കെട്ടിപ്പിടിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്ന മുത്തത്തിന്, നമ്മൾ കൊടുക്കുന്ന മുത്തത്തിനേക്കാൾ, നമുക്ക് കിട്ടിയ മുത്തത്തിനേക്കാൾ കൂടുതൽ മുത്തം അവർക്ക് കൊടുത്തിട്ടും എന്തുകൊണ്ട് അവർ നമ്മൾ കാണിക്കുന്ന അത്ര സ്നേഹമോ സന്തോഷമോ ആർദ്രതയോ അവിടെ നിന്ന് കിട്ടുന്നില്ല? അതാ ഞാൻ ചോദിച്ചത്, അല്ലേ? നമ്മളെ മക്കളോട് നോ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അവരൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടില്ലേ? ഈ ബാപ്പന്മാരോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എത്ര ചെരുപ്പുണ്ട്, നിങ്ങളുടെ ചെറുപ്പകാലത്ത് എത്ര ചെരുപ്പ് ഉണ്ടായെന്ന് വെച്ച് നോക്കിയേ. ഒരു ചെരുപ്പും ഇല്ല എന്ന് പറയും ചിലപ്പോ, ഇല്ലേ? അന്ന് ചെരുപ്പ് ഒരെണ്ണം ഉണ്ടാവും, അല്ലേ? ഒരെണ്ണം, അതും ഭാഗ്യം. പറമ്പിൽ നടക്കാൻ പറ്റില്ല, പുറത്തേക്ക് നടക്കണമെങ്കിൽ, അല്ലേ? കഴുകി തുടച്ച് റെഡിയാക്കി വയ്ക്കണം. ഇപ്പൊ നമ്മളുടെ മക്കൾക്ക് എത്ര ചെരുപ്പുണ്ട് എണ്ണാൻ പറ്റുമോ? 1 2 3 4, അല്ലേ? പണ്ട് ഒരു വള്ളി ചെരുപ്പ് മതിയായിരുന്നു. പണ്ട് എന്താ മതിയായിരുന്നേ? ഒരു വള്ളി ചെരുപ്പ് വരെയായിരുന്നു. ഇപ്പൊ മക്കൾ പറയുന്ന കമ്പനിയുടെ എന്താ മോനെ? ക്രോസിന്റെ വേണോ? പിന്നെന്താ വേണ്ടേ? ആക്ഷന്റെ വേണോ? അതൊക്കെ പോയി. ഇപ്പൊ വലിയ വലിയ പേരുകളാ. സ്പാർക്കിന്റെ വേണോ? ഇതൊക്കെയാണ് അവർ ബ്രാൻഡഡ്. നമ്മൾ മേടിച്ചു കൊടുത്തില്ലേ? അമ്മമാരെ ഉപ്പമാരെ മേടിച്ചു കൊടുത്തില്ലേ? പറയുന്നതിന്റെ പിറ്റേ ദിവസം മേടിച്ചു കൊടുത്തില്ലേ? എന്തേ? നിങ്ങൾക്ക് കിട്ടിയ അത് ഇല്ല. എന്തേ? നിങ്ങൾക്ക് കിട്ടിയ, പക്ഷെ നിങ്ങൾ എന്തേ കൊടുത്തത്? പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മേടിച്ചു കൊടുത്താ? അപ്പൊ തന്നെ മേടിച്ചു കൊടുത്തു. യെസ്, കറക്റ്റ്. ഒന്ന് കൈയടിക്കാമോ? ഇത്രയും ആള് പറഞ്ഞത് ഒന്ന് കൈയടിക്കുന്നേ. വേറെ കുറെ ഗുണങ്ങളുണ്ട് അതില്. നമ്മൾ കൈയടിക്കും, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും, ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവും, നമ്മളെ ഞരമ്പുകൾ ഒക്കെ പ്രവർത്തിക്കും. അതോടൊപ്പം വേറൊരു വലിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, തലമുടി കൊഴിയുന്നതിന് കുറവാണ്. ഞാനിത് നേരത്തെ അറിഞ്ഞ് എപ്പോഴും കൈയടിച്ചനെ ഏട്ടാ. യെസ്, അപ്പ തന്നെ മേടിച്ചു കൊടുക്കും. മോനും മോള് എന്താ പറയാ? ഇപ്പ വേണം. എന്ത്? ചെരുപ്പ്. കല്യാണത്തിന് പോണോ? ചെരുപ്പ് വേണം. പിന്നെ വേറെ എന്തെങ്കിലും പോണോ? ചെരുപ്പല്ല പറയാ, ഡ്രസ്സ് വേണം, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ 3ാമത്തെ അലമാരിയ മേടിച്ചു കൊടുത്ത ഇന്നലെ. ഞാൻ ഇനി പറയണ്ടല്ല. എന്തിനാ? അല്ല, ഇതൊക്കെ ശരിയാണോ? നമ്മുടെ ഒരു അലമാരിൽ തരികയോ? ഒരു അലമാരിയുടെ ഉള്ളില് ഭാര്യയുടെ ഭർത്താവും ഡ്രസ്സ് തികയോ വെക്കാൻ? പറ്റുമോ? ഇല്ല. 2ാമത്തെ തികയോ? ഇല്ല. മക്കളെ വെക്കണമെങ്കിൽ 3ാമത്തെ ഒരെണ്ണം വേണം, വേണ്ടേ? എന്തേ? നമ്മുടെ ഉപ്പാപ്പ എത്ര ഡ്രസ് ഇട്ടുണ്ടായിരുന്നു? 1 2 3. ഇത് വിട്ടു പോവോ?
ഒന്നോ രണ്ടോ. എന്തേ മാറ്റാണോ? ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ പലഹാരം ഉണ്ടാക്കണം. ഇപ്പൊ എന്താ കൊണ്ടുവരിക? പൊതിയ കൊണ്ടുവരിക. എന്താ പൊതി? എന്ത് പൊതിയാവണം? ഇപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു 3 മണി തൊട്ട് തുടങ്ങിയാൽ ഒരു കരിഞ്ഞ മാംസത്തിന്റെ മണല്ലേ പുറത്ത് റോട്ടുകളിൽ മുഴുവൻ, അല്ലേ? എന്തേ ആ പൊതിയല്ലേ നമ്മുടെ വീട്ടിലെത്തിന്? നമുക്ക് ഉണ്ടാക്കാറിയണ്ടത്? ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ ഈ സാധനത്തിൽ അറിയാം, അല്ലേ? ഇപ്പൊ ഞാൻ നോക്കിയ പോലെ എൻ്റെ ഈ മൊബൈലിൽ ഞാൻ അടിച്ചു വെച്ച് ഞാൻ പോയി നോക്കിയല്ലോ. എൻ്റെ ജോലിയുടെ ബാക്കിയും കൂടിയാണ് കേട്ടോ, അത് പോട്ടെ. അല്ലേ, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിക്കാം, തിരിച്ചെത്താം. മൊബൈൽ മാറ്റി വെച്ചിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉമ്മമാർക്കും പാപ്പന്മാർക്കും പറ്റുമോ? പറ്റില്ല. നമ്മൾ പുത്തഞ്ചിറ മാളയിലേക്ക് ഒന്ന് പോട്ടെ. എവിടെ നിന്ന്? പുത്തഞ്ചിറയ്ക്ക് ബസ് ഉണ്ടെന്ന് വിചാരിക്കുക. 9:10 ബസ് പുത്തഞ്ചിറ നമ്മുടെ ഈ ജംഗ്ഷനെ കിട്ടുമെന്ന് വിചാരിക്കുക. നമ്മൾ പകുതി എത്തിയപ്പോൾ നമ്മൾ എന്തോർത്തു? നമ്മുടെ ജീവനായ ആ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. നമ്മൾ എന്താ ചെയ്യുക? ബസ് പോയാലും കുഴപ്പമില്ല, അടുത്ത ബസ് വരും, ഈ മൊബൈൽ എടുക്കാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. തിരിച്ചു വരില്ലേ നമ്മള്? മാളയ്ക്ക് ഓട്ടോറിക്ഷയ്ക്കായാലും പോവില്ലേ നമ്മള്? എന്തേ മാറ്റിവെക്കാൻ പറ്റാത്ത? വാഗായി മാറി. ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മൊബൈലിന്റെ അഡിക്റ്റ് ആണോ? ഇനി പറയല്ലേ, അല്ലേ? അഡിക്റ്റ് ആണോ? ഇനി അടുത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ്, ചുരിദാറോ വേണ്ട, എന്താ ഒരു സ്മാർട്ട് വാച്ച്. ഇപ്പോഴൊക്കെ പിള്ളേർക്കൊക്കെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഈ സ്മാർട്ട് വാച്ച് വേണമെന്ന് വിചാരിച്ചു എന്നായിരിക്കാം. നമ്മൾ നമ്മുടെ കൂട്ടുകാരിയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഇത് പറഞ്ഞു എന്ന് പറയും വേണ്ട. ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ എന്തുണ്ടാവുക? അതിൻ്റെ പരസ്യം വരില്ലേ? പിറ്റേ ദിവസം തൊട്ട് നമ്മൾ നോക്കണ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതിൻ്റെ പരസ്യം ഇങ്ങനെ കാണിക്കും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ആരും മിണ്ടണില്ല. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ബാക്കിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. തിരിഞ്ഞു നോക്കണം കാണണമെങ്കിൽ. എന്താ ചെയ്യാ? നമ്മളത് മേടിക്കുന്നവരെ അവർ ഈ പരസ്യം ഇട്ടുകൊണ്ടിരിക്കും. അവസാനം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? ആ സാധനം മേടിച്ചു കഴിഞ്ഞാലോ പിറ്റേ ദിവസം തൊട്ട് ആരില്ല, പരസ്യമില്ല. അപ്പൊ ആരാ നമ്മളെ നിയന്ത്രിക്കണ്? മൊബൈൽ നിയന്ത്രിക്കണ്ട? എന്താ? ഇല്ല, നമുക്ക് പറയാം. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ മൊബൈൽ മേടിച്ചു കൊടുത്തില്ലേ? കോവിഡ് കാലത്ത് എല്ലാവരും മേടിച്ചു കൊടുത്തില്ലേ? നമ്മുടെ മഹൽ കമ്മിറ്റിയും കൊടുത്തില്ലേ? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? തിരിച്ചു വാങ്ങിച്ച അവരെന്ന്? ഇല്ല. ഇനി തിരിച്ചു വാങ്ങിക്കാൻ പറ്റുമോ? ഉമ്മമാരെ ബാപ്പന്മാരോട് ചോദിക്കുന്നില്ല. മേടിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറയാ? അവന് ദേഷ്യം വരും, അവൻ വഴക്കുണ്ടാക്കും, അവൻ ഒച്ച വയ്ക്കും, അവൾ അതിനേലപ്പുറത്താ, അല്ലേ? എന്താ പറ്റാത്ത? എന്തേ? കുട്ടികളുടെ കുഴപ്പം? ഇനി നേരത്തെ പറഞ്ഞ പൊതിയുണ്ട്. നമ്മൾ പൊതിയാണ് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, അല്ലേ? നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. നമ്മളൊക്കെ പണ്ടുണ്ടാക്കിയ ഈ അടയും പൂട്ടും ദോശയും ഇഡ്ഡലിയും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും എന്ത് നോക്കി പഠിക്കാം? മൊബൈൽ നോക്കി പഠിക്കാം, ഇല്ലേ? ഉമ്മമാരെ മക്കളെ ഒന്നും പഠിപ്പിക്കണ്ടേ? അവരൊക്കെ അത് ചായ വരെ മൊബൈലിൽ നോക്കി ഉണ്ടാക്കും, അല്ല? യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കും. കുഴിമന്തി ഉണ്ടാക്കിക്കൂടെ? ബർഗർ ഉണ്ടാക്കിക്കൂടെ? എന്തിനകത്ത് പൊതിനെ ആശ്രയിക്കണേ? ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഭർത്താവിനോട് പറയില്ലേ, ചേട്ടാ
എനിക്കറിയില്ല. ഒന്ന് പുറത്തേക്ക് പോവാ അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം പോകാൻ കുഴപ്പമുണ്ടോ? പോവില്ലേ? പോവാറില്ലേ? മക്കൾ പോവാറില്ലേ? മരുമക്കൾ പോവാറില്ലേ? പോവാറില്ലേ? നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ലേ? നല്ലത്, പോണം, കഴിക്കണം. നമ്മുടെ കുട്ടികള് എന്തെല്ലാം പഠിച്ചു? ഇതെല്ലാം പഠിച്ചു. ഇതൊക്കെ തെറ്റാണോ? ഞാൻ പറയുന്നത് നമ്മുടെ മാറ്റാണ്, നമ്മളിലുണ്ടായ മാറ്റങ്ങളാണ് ഇതെല്ലാം. ഇതെന്താ? ഇതൊക്കെ മാറ്റണമെന്നേ. ഈ മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് പറയാൻ പഠിച്ചില്ല? നോ പറയാൻ പഠിച്ചില്ല. ആരോടും മക്കളോട് പോലും. മക്കളോട് നോ പറയാനോ പറയിപ്പിക്കാനോ നമ്മൾ ശ്രമിച്ചില്ല. എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ ഇത്രയും കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ മാറ്റം വന്നു? ഇതിനൊക്കെ നമ്മൾ ഉത്തരവാദിയല്ലേ? അല്ലെ? നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന നോട്ടുകളുണ്ട് അല്ലേ? കുട്ടികളോട് എന്താ മൊബൈൽ എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾ പറഞ്ഞു അല്ലേ? നമ്മളൊക്കെ പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നു അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അവർ മൊബൈൽ എന്താ ഇങ്ങനെ മറക്കിന് കണ്ടിട്ടില്ലേ? ഓ, മൊബൈൽ ഇപ്പോൾ ആരും ഉണ്ടല്ലോ. മൊബൈലിൽ നോക്കിയിട്ട് ഇതിങ്ങനെ കാണിക്കണല്ലോ അവരെല്ലോണ്ട് ഇങ്ങനെ ടക്ക് മറ്റേ നമ്മൾ വല്ലപ്പോഴും കാണാറുണ്ടാ അവരെന്തിട്ട് വായിക്കുന്നു പഠിക്കണെന്ന്? കാണാൻ പറ്റുമോ? നോക്കാറില്ലേ? നിങ്ങളാരും നോക്കാറില്ലേ? ഇല്ലേ? നമുക്ക് ദൈവത്താണ് നമുക്ക് അവൻ നോക്കണത് കാണാൻ പറ്റില്ല. 3 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും മറച്ചിട്ട്. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, മോനെ നീ എങ്ങനെ? അവൻ നോക്കിയപ്പോൾ 2 വിരലുകൊണ്ട് 2 കൈ 2 വിരലുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇത് എന്തടപ്പോൾ ഇത് എങ്ങനെയാടാന്ന് ഞാൻ ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും ടൈപ്പ് ചെയ്യണത് അങ്ങനെയാന്ന്. ഞാനും ടൈപ്പ് ചെയ്യുന്ന അങ്ങനെയായി മാറി. എന്തേ? ഞാനും പഠിച്ചു അല്ലേ? ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ, ഞാൻ നാളെ അവിടെ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഇങ്ങനെ ഒരു ഇതിന് പോയ സമയത്ത് ഒരു കുട്ടി വന്ന് ചോദിക്കുക, ചേട്ടാ അതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊക്കെ ഞങ്ങൾക്ക് ഈ ഫോഴ്സുകാർക്കൊക്കെ സംശയമാണ്, എല്ലാത്തിനും സംശയമാണ്. അപ്പോൾ ഞാൻ പതുക്കനെ ഇങ്ങനെ എന്തിട്ട് അവൻ ചോദിക്കണമെന്ന് അറിയണല്ലോ. ചേട്ടാ അതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്തിട്ടടാ? ഇത് ഉണ്ടറാ. അവൻ മേടിച്ചു. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. കാശില്ല കേട്ടാ. ഉച്ച നേരത്തെ വന്ന കാശില്ല കേട്ടാ. അപ്പോഴോ? കാശ് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കൊണ്ടുവരാട്ടാ. ഓ ശരി. അപ്പം ഞാൻ കുറച്ചപ്പോൾ അതെടുത്ത് കൊടുത്തു. ഇത് എന്തിട്ടാന്ന് വെച്ചു. ഇത് ഗെയിമൊക്കെ കളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീവ് ഇല്ലേ? സ്ലീവ് ഇവർക്ക് അറിയില്ല. ഒരാൾ കൈയാട്ടി, ആരാന്ന് നോക്കരുത് കേട്ടോ. തല ഒരാൾ കാട്ടി സ്ലീവ് എന്ന് പറഞ്ഞ സാധനം 20 രൂപ വരെ. എന്തിനാന്നറിയോ? ഈ വിരലും വിടാൻ. എന്തിനാ? ഗെയിം കളിക്കുമ്പോ കൈ വശർക്കുമ്പോ എന്തുണ്ടാവില്ല? ഈ ടച്ചിങ് ശരിയാവില്ല. ടച്ചിങ് ശരിയായില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഗെയിമിന്റെ സ്പീഡ് ഉണ്ടാവില്ല. ഗെയിമിന്റെ സ്പീഡിൽ എന്തുണ്ടാവില്ല? ഇവന് കളിക്കാൻ പറ്റില്ല നന്നായിട്ട്. അവനേക്കാൾ കൂടുതൽ മറ്റവൻ കളിക്കും. അപ്പൊ എന്താവും? ഔട്ടാവും. ഇപ്പൊ എന്താ വന്നേ? അതും വന്നു. അപ്പൊ ഞാൻ കടക്കാരനോട് ചോദിച്ചു, കാശ് കിട്ടുമോ? തീർച്ചയായിട്ടും അവൻ്റെ ബാപ്പ കൊണ്ടുതരും എന്ന് പറഞ്ഞു. അപ്പം എന്തേ? അപ്പം ഞാൻ ചോദിച്ചു, ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ചു. അല്ല, ഇവനത് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. എന്തേ? ഇവൻ്റെ കൂടെ 20 പേരുണ്ടെന്ന് വേറെ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ എന്താ ഇപ്പൊ ചെയ്യണ പുതിയ സാധനമാണ്, പുതിയ കളിയാണ് ഇത്. അതും കളിക്കണില്ലേ? മൊബൈൽ മേടിക്കാൻ പറ്റുമോ? അവരെന്ന് മേടിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നതാണോ? ചോദിക്കണ്ടേ അങ്ങനെ ആരെങ്കിലും? ഒരു ലഹരി ബിരുദം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിക്കണേ, ഞങ്ങൾ ചെയ്യണ കാര്യങ്ങൾ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചത് ഞങ്ങളോട് ഇങ്ങനെ എന്തിനാ പറയണമെന്നുള്ള മനസ്സ് തോന്നുന്നുണ്ടോ? നമുക്കുണ്ടായ മാറ്റങ്ങൾ, നമുക്കുണ്ടായ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുമോ? നമ്മുടെ കുട്ടികളൊക്കെ സ്നേഹമില്ലാത്തവരൊന്നല്ല. നമ്മുടെ ബാപ്പേനും ഉമ്മേനും ഒക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നവർ തന്നെ നമ്മുടെ കുട്ടികൾ. സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നുണ്ടെന്നേ, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ പക്ഷയാണ് അവിടെയാണ് പ്രശ്നം. നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നു അല്ലേ നമ്മളെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളാരും നമ്മളെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരു 10 വയസ്സ് തൊട്ട് 25 വയസ്സ് 22 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾ നമ്മളെ വിളിച്ച എവിടേക്കെങ്കിലും വരുമോ? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വരുമോ? ഇല്ല. എന്തേ വരാത്ത? അവൻ പറഞ്ഞ പേന മേടിച്ചു കൊടുത്തു, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു, മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു അല്ലേ? അവ ഉപയോഗിക്കുന്ന മൊബൈൽ എത്ര രൂപ വരെ? നമ്മളെക്കാൾ വില കൂടുതൽ ചെരുപ്പല്ലേ മൊബൈലല്ലേ? അല്ലേ? നമ്മളെക്കാൾ വില കൂടിയ മൊബൈലാണ്
നമ്മുടെ മോൻ ഉപയോഗിക്കുന്നത്, അല്ലേ? അവൻ പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തില്ലേ നമ്മളെക്കാൾ വില കൂടിയ ഡ്രസ്സാണ് അവിടുന്നത്, നമ്മളെക്കാൾ വില കൂടിയ ചെരുപ്പാണ് ഇടുന്നത്, നമ്മളെക്കാൾ വില കൂടിയ ഷൂ ആണ് ഇടുന്നത്. പക്ഷേ അവൻ നമ്മളെ കൂടെ വിളിച്ചാൽ എവിടേക്കും വരില്ല. എന്തേ? നമ്മുടെ മോനല്ലേ, നമ്മുടെ മോളല്ലേ? എന്താ പറ്റാത്തെ? എവിടെയൊക്കെ നമുക്ക് മാറിപ്പോയേ? എവിടെയൊക്കെ മാറിയില്ലേ? എവിടേക്കോ മാറിയില്ലേ? എവിടേക്കോ കൈവിട്ട് പോകുന്നില്ലേ ചെറുതായിട്ട്? ഇല്ലേ? അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ മക്കളൊക്കെ വൈകുന്നേരം അമ്മ എപ്പോഴൊക്കെ എടുക്കണേ? നമ്മുടെ മക്കളൊക്കെ 9, 10, 11, 12 എടുക്കും. ആര്? നമ്മള് കെടുക്കും. കാരണന്മാര്. പിള്ളേരാ കെടുക്കൂല, വാതിലടയ്ക്കും. 1 മണി 1:30 ആകുമ്പോ നമ്മള് പിരിപിരി സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ എനിക്ക് നോക്കും. ഈ ബാപ്പന്മാർ അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങോട്ട് തിരിഞ്ഞെടുക്കുള്ളൂ. ദൈവത്താണ് അവർ എനിക്ക് മക്കളുടെ അടുത്ത് പോവില്ല. കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ താഴ്ത്തു വന്നിട്ട് ചോദിക്കും, ഡാ വാതിലടച്ചിട്ടുണ്ടേ, ഡാ നീ എന്തിട്ട് നോക്കണ്? ഈ ഉമ്മയ്ക്ക് എന്താ വട്ടുണ്ടാ? എന്ത്? ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിക്കണം. അവൻ ജർമ്മനിലല്ലേ, ഓസ്ട്രേലിയയിലല്ലേ, അവിടെ അല്ലേ. അവൻ എപ്പോഴാ വിളിക്കുക? അവന് ഇപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവനോട് സംസാരിക്കല്ലേ. ഈ ഉമ്മയ്ക്ക് എന്താ കുഴപ്പം? ഉമ്മയ്ക്ക് വട്ടന്നെ. വട്ടായിരിക്കേ ഉമ്മയ്ക്ക്. രാത്രി 1 മണിയാവുമ്പോ നമ്മള് മോൻ്റെ നിന്ന് കേട്ട് നമുക്ക് സമാധാനമായി നമ്മൾ തിരിച്ചു വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. ഭർത്താവ് അപ്പൊ പതുക്കനെ അങ്ങോട്ടുള്ള ആൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല, ഉറങ്ങാം. ഞാനടക്കം ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ. എന്തേ? അവർ കാണുന്ന സിനിമ ഏതാണെന്നറിയോ? അവർ കാണുന്ന ഗെയിം ഏതാണെന്നറിയോ? അവർ കാണുന്ന സീരീസ് ഏതാണെന്നറിയോ? അവർ കാണുന്ന സീരിയൽ ഏതാണെന്നറിയോ? അവർ കാണുന്ന പാട്ട് ഏതാണെന്നറിയോ? എന്താ അറിയോ? ഇതെന്താ മക്കളെ? ഹായ്, എത്ര പ്രായമില്ല. ഇതെന്താ ആരെങ്കിലും അറിയോ? പ്രേമത്തിന്റെ ചിഹ്നല്ലേ, സ്നേഹത്തിന്റെ ചിഹ്നമാണ്. എവിടത്തെയാണെന്നറിയോ അത്? ഇവിടെ കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ ഇവനൊക്കെ അറിയാം. അറിയില്ലടാ നിനക്ക്? നിന്നോട് എന്നെ ചോദിച്ചേ, അറിയില്ലേ? ഏയ് വേണ്ട, ചോദിക്കണില്ല, നീ ഒറ്റയ്ക്കുള്ളൂ. ഇവരൊക്കെ നിന്നെ എന്തെങ്കിലും നോക്കിയിരിക്കുക. ഇതെന്താണെന്നറിയോ? നമ്മുടെ കുട്ടികൾ കാണുന്ന ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സാധനമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ അടുത്തുള്ള സ്കൂളിലുള്ള പഠിക്കുന്നത്. ഇവിടെ ഏത് സ്കൂളിൽ പോയാലും ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് പഠിപ്പിച്ചത് ഒരു 8ാം ക്ലാസ്സുകാരനാ. ഇതെന്താണെന്നറിയോ? കൊറിയൻ സിനിമയാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്. എന്താ? കൊറിയൻ സിനിമ കേട്ടിട്ടുണ്ടാ? അവർ കേൾക്കണ പാട്ട് ഏതാന്ന് നമുക്കറിയോ? ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ എപ്പോഴും കേട്ടേ? അവർ കാണുന്ന സീരീസ് ഏതാണെന്നറിയോ? കൊറിയൻ സീരീസ്. അവർ കാണുന്ന സംഗീതം, മറ്റുള്ള രീതികൾ, സീരിയൽ ടൈപ്പുള്ള സീരീസുകൾ ഒക്കെ കൊറിയ. എന്താ പറ്റിയ? ബഹുഭൂരിപക്ഷം കുട്ടികളുണ്ട്. എന്താ പറ്റിയ? അവർക്ക് നമ്മുടെ സംസ്കാരം അറിയില്ല, നമ്മുടെ രീതി അറിയില്ല, നമ്മുടെ സ്വഭാവം അറിയില്ല. പക്ഷെ ഏറ്റവും വിഷമകരമായ സംഭവം, ഏറ്റവും വിഷമിക്കുന്ന സംഭവം എന്താണെന്നറിയോ? ആ രാജ്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ. അതാ ഏറ്റവും വലിയ കഷ്ടം. പക്ഷെ നമ്മുടെ മക്കള് എല്ലാം കാണുന്നുണ്ട്. അവിടെ ഒരു ബാൻഡ് ഉണ്ട്. എന്താ ബാൻഡിന്റെ പേര്? BTS. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ പോരെ, ഞാൻ കാണിച്ചു കേൾപ്പിച്ചു തരാം അതൊക്കെ. മക്കളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവരൊരു ഉത്തരം പറയും. ഇത് വെറുതെ നിന്ന് ചെന്നിട്ട് വീട്ടിൽ മക്കളെ ഇതിങ്ങനെ കാണിക്കുക, പറ്റുന്ന പഠിച്ചോ, അതിങ്ങനെ കാണിക്കുക. അവരൊന്ന് ചിരിക്കുക, ഉമ്മയ്ക്ക് എന്താന്ന് ചോദിക്കൂ, അല്ല ഒന്ന് തട്ടും. ഇതൊക്കെയാണ് അവർ പഠിച്ചത്. എന്താ അവരെ കുറ്റാണോ അത്? അവർ പഠിക്കുന്നതും അവരറിയുന്നതും അവർ കേൾക്കുന്നതും അവർ ചെയ്യുന്നതും ഇതൊക്കെയാണ്. നമ്മളൊക്കെ സിനിമ കാണാൻ എത്ര സമയം വേണം നമുക്ക്? ഒരു 2 മണിക്കൂറിന്റെ സിനിമ ആണ്. നമുക്ക് എത്ര മണിക്കൂർ വേണം? 2 മണിക്കൂർ വേണ്ടേ? നമ്മുടെ മക്കള് ആ സിനിമ എത്ര നേരം കൊണ്ട് കാണുക? അറിയോ? പറയാൻ പറ്റുമോ? ഒന്നും പറയില്ല. എത്ര നേരം കൊണ്ട് കാണാന്നറിയോ? 1 മണിക്കൂറുണ്ട്.
അതിൻ്റെ ഇപ്പം എന്താ കുഴപ്പം? ആണോ? നമ്മുടെ മക്കള് 1 മണിക്കൂർ കൊണ്ട് ആ സിനിമ കാണുക. അവെന്ത് ചെയ്യും? അവളെന്ത് ചെയ്യും? അതിനെ ഫാസ്റ്റാക്കി അടിക്കും. എന്താ കുഴപ്പം? ഫാസ്റ്റാക്കി അടിച്ച സമയം ലാഭമല്ലേ? ഇപ്പുറത്തും ഫാസ്റ്റ് അടിക്കും, ഇപ്പുറത്തും ഫാസ്റ്റ് അടിക്കും. അവൾക്ക് എന്ത് വേണ്ട? ഫീലിങ്സ് വേണ്ട, ഒരു സന്തോഷം വേണ്ട, പ്രേമം വേണ്ട, സങ്കടം വേണ്ട, കരച്ചിൽ വേണ്ട, സ്റ്റെൻഡ് വരെ വേണ്ട. വേണമെങ്കിൽ ഒന്ന് വേണം. എന്താ? ഇപ്പോഴത്തെ സിനിമയുടെ ട്രെൻഡായ വേറെ കുറെ സാധനങ്ങൾ വേണം, പക വേണം. കുട്ടി ചേർത്ത് പറഞ്ഞതാണെന്നേ. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്താ പഠിച്ചു വരുന്നത്? സ്നേഹം വേണ്ട, സന്തോഷം വേണ്ട, എന്തിന്? പ്രേമം വരെ വേണ്ട, വയലന്റ് മതി. ഇതൊക്കെ മാറ്റുക. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുക? ഈ ആർദ്രത, ഈ സ്നേഹം, ഈ സന്തോഷം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ മക്കൾ നമ്മൾ ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കുക? എത്ര നേരം? എത്ര വയസ്സ് വരെ? 2, 3, 4 വയസ്സ് വരെ അല്ലേ? പോയി കൂടെ ഒരാളും കൂടി ഉണ്ടാവും. അവന്റെ അമ്മയേക്കാളും അവന്റെ ആരെയേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന സാധനം ഉണ്ടാവും അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി ഉണ്ടാവില്ലേ അത്? ഇല്ലേ? കുളിക്കാൻ പോകുമ്പോൾ ഉണ്ടാവില്ലേ? ഇല്ല. വെറുതെ പറയാ ജനലൊക്കെ പാട്ട് കേൾക്കണ സാധനം എന്നിട്ട് അവന്റെ മൊബൈലാ. ഇവൻ ഇനി 2-ന് പോവാന്ന് വിചാരിക്കുക, അപ്പോഴും ഉണ്ടാവും കൂടെ. ഇല്ലേ? ഉണ്ടാവും. എന്ത് അല്ലേ? നമ്മുടെ കൊച്ചു കുട്ടികളുള്ള കാരണം കുറച്ചിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ വലുതായി ഞാൻ ഈ ജന്മത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ അമ്മൂമ്മമാർക്ക് അധികം പറഞ്ഞു തരണ്ട അല്ലേ? 10 മാസം നമ്മൾ വേദനയോടെ വിഷമത്തോടെ ഒരു മകന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ മാറ്റിവെച്ചു, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖം എല്ലാ ഇതും മാറ്റി വെച്ചിട്ട് നമ്മൾ 10 മാസം കൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഒരു ജന്മം കൊടുക്കുന്നത് അല്ലേ? പിന്നത്തെ 2 വർഷം അവരുടെ മലത്തിലും മൂത്രത്തിലാണ് നമ്മുടെ കുട്ടികൾ വളർത്തിയത് അല്ലേ? കുട്ടിയൊന്നും ശരിക്കും ഉറങ്ങുന്നുണ്ടോ എന്ന് വരെ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാതെ ഇരിക്കുകയാണ് നമ്മൾ അല്ലേ? അവർക്ക് പാല് കൊടുക്കുമ്പോൾ അറിയാതെ കൂടുതൽ കുടിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പെറ്റുണ്ടോ, അവന് വിശക്കുണ്ടോ, അവന് വിഷമിക്കുന്നുണ്ടോ, അവൻ നനഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി 2 വർഷത്തോളം നമ്മൾ ഇത് പോറ്റിപ്പോന്നു. ഇപ്പോഴോ നമ്മളൊന്ന് ചോദിച്ചാ മോനെ എന്തേ വൈകിയേ എന്ന് ചോദിച്ചാലോ ഇഷ്ടാവോ? ഇല്ല. എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് മൊബൈല് അവന് മാറ്റി വയ്ക്കാൻ പറ്റാതെയായി? നമ്മളും കണ്ടും കേട്ടതല്ലേ? അവൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന സാധനമായിട്ട് മൊബൈല് മാറി. നമുക്കോ പറ്റില്ല. പെറ്റിങ് പിറ്റേ താപ്പിന് മോന്റെ മൊബൈലിൽ നോക്കിയിട്ട് കാത്തിരിക്കുക. പക്ഷെ അത് അധികം കുടുംബങ്ങളിൽ ഉണ്ടാവാറില്ല. എന്താ കാരണം എന്നറിയോ? അവൻ കാണുന്ന ഭാഷ, അവൻ കാണുന്ന പാട്ട് അവൻ തന്നെ അറിയുള്ളേ. അത് പഠിച്ച പാട്ടുകൾ പഠിച്ച അമ്മമാരുണ്ട് ഇപ്പൊ ജീവിക്കാൻ വേണ്ടി. പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞിടത്ത് വരാം. തിരിച്ച് നമ്മുടെ ഒരു കുട്ടിക്ക് ജന്മനില 2 വയസ്സ് വരെ കുട്ടീനെ നമ്മൾ വളർത്തി, 2 വയസ്സ് വരെ വളർത്തി കഴിഞ്ഞ് കുറച്ചുകൂടി വലുതാവുമ്പോ കുട്ടിക്ക് പാല് കൊടുത്ത് മറ്റുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണ അവന് കളിപ്പാട്ടായിട്ട് കൊടുക്കണത് എന്നിട്ടാ മൊബൈല് അല്ലേ? നീ പ്രസവിക്കുമ്പോഴും വരുമെന്ന് എന്താ വരുന്നേ? ആ സാധനം കൊടുക്കല്ലേ ചെയ്യണേ? നമുക്ക് E.T. മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആളിപ്പോ MP ആണ്. ആള് തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിൽ കുട്ടികളുടെ ചികിത്സാ വിഭാഗം ഉണ്ട്. ക്യാൻസർ സെന്ററിൽ അവർ ഡോക്ടറെ കാണാൻ ഇയാൾ റെക്കമെൻഡ് ചെയ്ത ഒരു കുട്ടിയുടെ കാര്യത്തിന് അവിടെ പോയിരുന്നു. അവിടുത്തെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, സാറിന് പെട്ടുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ശരി എന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓരോ പേഷ്യന്റ് ഇങ്ങനെ വന്നു. കംപ്ലീറ്റ് വരുന്ന എല്ലാ കുട്ടികൾക്കും കണ്ണിന് കുഴപ്പമാണ്. അപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, കണ്ണിന് കുട്ടിക്ക് പ്രശ്നമാണ്. എന്താ? ക്യാൻസർ ആണ്. കുറച്ച് കഴിയുമ്പോൾ 2ാമത്തെ കുട്ടി വന്നു, ക്യാൻസർ. 3ാമത്തെ കുട്ടി വന്നു, അതും. 4ാമത്തെ മിനിറ്റില് മുഹമ്മദ് ബഷീർ അവിടെ നിന്ന് എൻറ്റ് പോന്നു. എന്താ എൻറ്റ് പോന്നെ? ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്താ? ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് വന്ന് ടെസ്റ്റ് ചെയ്തെല്ലാം നോക്കുമ്പോ എന്താണെന്നറിയോ? അവന് കണ്ണിന് കാഴ്ച ശക്തി മാത്രമല്ല പോണ്, അവന്റെ ജീവിതം കൂടി പോണ്
മറ്റേ ആ മുൻ മന്ത്രിയോട് ആ ഡോക്ടർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മക്കൾക്ക് കളിപ്പാട്ടമായിട്ട് ഫോണല്ല കൊടുക്കണ്ടേ. എന്താ കൊടുക്കാനാ പറയുന്നറിയോ? പെറ്റിങ് ഒരു തോക്ക് മേടിച്ചു കൊടുക്കാൻ. അതായിരിക്കും നല്ലതെന്ന് വേദനയോടെ പറഞ്ഞ. നിന്നെ തോക്ക് പറഞ്ഞ ഞാൻ പറയണ്ടല്ലോ ഒന്നും. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. അത് വേറൊരു വിഷയം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് പറയണം. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വഴിമാറിപ്പോയി എന്ന് നമ്മൾ വിശ്വസിക്കും. നമ്മൾ സ്നേഹമുള്ളവർ, സന്തോഷമുള്ളവർ, കൂടെ നിൽക്കാനൊക്കെ ഉള്ളവരാണ്. നമ്മൾ ആദ്യം LKG യും UKG ഒക്കെ പഠിക്കാനൊക്കെ മുമ്പ് നമ്മുടെ കുട്ടികൾ കൊണ്ട് നമ്മൾ അംഗനവാടിയിലോ മറ്റു സ്ഥലത്തോ ചേർത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നോക്കിയിരിക്കാറില്ലേ? നമ്മുടെ ഷാളിൻ്റെയും സാരിൻ്റെയും തലയ്ക്ക് പിടിച്ചിട്ടല്ലേ അവർ നിൽക്കാറ്? 12 മണി 2 മണിയാവുമ്പോൾ അമ്മ വരുന്ന നോക്കിയല്ലേ നിൽക്കാറ്? അല്ലേ? അമ്മയുടെ കൂടെ കിടന്നിൽ ഉറക്കം വരാത്തവരല്ലായിരുന്നു അവർ ഉമ്മയുടെ കൂടെ കിടന്നില്ലെങ്കിൽ. ഇപ്പം എന്തേ ഈ അമ്മ ഇങ്ങനെ കിടക്കണു, അമ്മയ്ക്ക് എനിക്ക് പൊക്കൂടെ ഇല്ലേ ചോദിക്കാറില്ലേ? കുറച്ചു നേരം കിടക്കുമാ ഇല്ലേ? എൻ്റെ വൈഫൊക്കെ ഭാര്യയൊക്കെ ഇടയ്ക്ക് ഒരൊറ്റ വരവ് കാണാം അവനോട് തല്ലുകൂടിയിട്ടേ. അപ്പോൾ മനസ്സിലാവും ഇത് ഏതാണ്ട് ഒരു രംഗം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അവിടെ എന്ത് പറ്റി? ഇതെല്ലാം എന്തു പറ്റിയെന്ന് എന്താ ചോദിക്കണമെന്നില്ല. ഇനി ഇതൊക്കെ മാറ്റാം നമുക്ക്. നമ്മുടെ കുട്ടികളെ 11 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ പോകണണ്ടാ? രാത്രി 11 മണിക്ക് ചായ കുടിക്കാൻ പോകണണ്ടാ? കേട്ടിട്ടുണ്ടാ? ചിരിക്കുക കുറച്ച് പേര്. എൻ്റെ മോമ്പ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, ദൈവത്താണ് ഞാൻ പറയില്ല എൻ്റെ മോമ്പ് ഉണ്ടെന്ന്. അയൽവക്കത്തെ മോമ്പുണ്ട്, നമുക്കൊക്കെ അയൽവക്കത്തെ മോമ്പുണ്ട്. അതേന്ന് നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ വാ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് രാത്രിയൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാന്ന് വെച്ചാൽ ഒരു കടയിൽ കയറുമ്പോണ്ടല്ല നമുക്ക് കട്ടൻ ചായ കിട്ടില്ല. പിന്നെ യൂണിഫോം ഉള്ള കാരണം ബാഗ് എടുത്ത് തരും, ഇവരുടെ ശല്യം പൊക്കോളൂ എന്ന് വെച്ചിട്ട്. എന്താണെന്നറിയാം അവർക്ക് കൊടുക്കണേ? കുഴിമന്തിയും ബിരിയാണിയൊക്കെ പോയിടോ, വേറെ കുറെ സാധനങ്ങളാ. അതൊക്കെയാണ്. എത്ര മണിക്ക് കഴിക്കണ്? 11 മണിക്ക്. കുട്ടികൾ മാത്രമാണോ? അല്ല. ഒരു ഉമ്മ പറഞ്ഞു അല്ല എന്ന്, പിന്നെ നോക്കിയപ്പോൾ പറയണ പെറ്റുപോയോ എന്ന് വെച്ചിട്ട്. അല്ല, ഇതൊക്കെ കഴിക്കണ്. ഇനി ആരെ കൊണ്ടുപോകണമെന്ന് അറിയാ? ഉമ്മമാരും ബാപ്പന്മാരും. വിശ്വസിക്കണ്ടേ നിങ്ങൾ? ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, ഒരു രാത്രി വന്നാൽ മതി, അന്നല്ലൊരു വന്നാൽ മതി, കൊരട്ടി ഒന്നും എത്തണ്ട. അവിടെയൊക്കെ 1 മണിയാകുമ്പോൾ ഉണ്ട്. ഒരു ദിവസം ഞങ്ങളവിടെ ഇത് നടന്നു വരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളാണ്. നടക്കാൻ വരെ വയ്യാട്ടാ. ഞാൻ ആളെ കളിയാക്കല്ല, ആളെ വിഷമിപ്പിക്കല്ല. പക്ഷെ ആ മോനെ പേരക്കിടാവിനെ ശ്രദ്ധിക്കണം. ആ ഉപ്പാപ്പനെയും കൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെ നിന്ന് കഴിക്കണമെന്ന് അറിയോ? ചിലപ്പോൾ മരത്തിൻ്റെ ചോട്ടിലേക്ക് അവിടെ നിന്ന് കഴിച്ച് സന്തോഷത്തോടെ പോണു. അത് സന്തോഷമാണ്. അവർ ആ നേരത്തേക്കാണ് ഭക്ഷണം കഴിക്കണല്ലേ? അല്ലേ? നമ്മുടെ മക്കൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് എനിക്കാന്ന് പറഞ്ഞേ? 11 ആണോ? രാവിലെ മുടക്കമുള്ള ദിവസം എനിക്കുന്ന സമയം 9 മണിക്ക് എനിക്കോ, 10 മണിക്ക് എനിക്കോ, 11 മണിക്ക് എനിക്കോ? എനിക്കും. വന്നിട്ട് മൊബൈൽ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ഭക്ഷണം എങ്ങനെയാ? രാവിലത്തെ ഉച്ചക്കലത്തെ ഒരൊറ്റ കഴിക്കില്ല. ലാഭ ഒരു നേരം. ആർക്ക്? ഉമ്മക്ക്. 11 മണി 12 മണി അമ്മ 2 നേരത്തെ ഭക്ഷണം കൂടി അവൻ കഴിക്കും ഇല്ലേ? അവളും കഴിക്കാറില്ലേ? ഓ ഇല്ലേ? 2 നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അവസാനത്തെ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പേടിയാവുക. അവൻ കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവളോ കഴിക്കുന്നുണ്ട് നമുക്ക് നെഞ്ഞില പേടിയാവും. ഒരു കുഴിമന്തി മൊത്തം വേണേ കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് സ്പ്രൈറ്റ് ഉണ്ട്, അത് കുപ്പി കുടിക്കും. അതും കഴിഞ്ഞിട്ട് ഒന്നിനും പറ്റില്ലെങ്കിൽ നാരങ്ങ സർവത്ത് ഏറ്റവും ലാസ്റ്റ് അതും കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഈ ഐസ്ക്രീം അല്ലാത്ത വേറെ ഒരു കേക്ക് ടൈപ്പ് സാധനങ്ങളുണ്ടോ, അതും കഴിക്കും. അതിന്റെ വില കുറവില്ല, 100 രൂപയിലും കുറവൊരു സാധനമില്ല, അതും കഴിക്കും. അപ്പൊ ഞാനൊക്കെ വിചാരിക്കും എൻ്റെ മോൻ്റെ ആയിട്ട് കൂടെ പോകുമ്പോൾ ഇവന്റെ വയറ്റിൽ എന്തിട്ടാണാവുമെന്ന്. ഭാര്യ ഇപ്പൊ കണ്ണുകൊണ്ട് കാണിച്ചു തുടങ്ങി ഇതൊക്കെയാണ് ലോകം. അപ്പൊ ഞാനും പതുക്കനെ ആ ലോകത്തിന്റെ ഒപ്പം പോണ്ടി വരിക. എന്തേ? നമ്മുടെ മക്കൾ സൂര്യോദയം കാണാറുണ്ടോ? അപ്പൊ സൂര്യോദയം കാണാറുണ്ടോ? സംശയായി. ഞാൻ കാണാറില്ലേ, പിന്നെ എങ്ങനെയാണ്? അല്ലേ? രാവും നേരം വെളുപ്പിന് സൂര്യനേക്കാൾ മുമ്പ് ഉണരുകയും ഏറ്റവും അവസാനം ഉറങ്ങുന്നവരാണ് ഉമ്മമാര്, അമ്മമാര്, അല്ലേ? എന്നാൽ ഒരു ലേബലിൽ പോലും പണിയില്ലാത്തവർ, അല്ലേ? നമ്മൾ പുറത്ത് എന്താ ജോലി എന്ന് വെച്ചാൽ എന്താ പറയുക? ഒന്നുമില്ല, വീട്ടുകാര്യം.
നമ്മളെപ്പോൾ എണീക്കണം? സൂര്യോദയത്തിന് മുമ്പ് എണീക്കണം. എപ്പോൾ ഉറങ്ങണം? എല്ലാവരും കിടന്നതിന് ശേഷം. അന്നേരം കിടക്കാൻ സമയത്ത് വരുന്ന സമയത്ത് നീ ഇത്ര നേരം എന്തായെന്നുള്ള ഭർത്താവിൻ്റെ ചോദ്യം. പോട്ടെ, അത്രമേൽ നമ്മൾ സ്നേഹിക്കുന്നവരാണ് ഉമ്മമാർ. പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് കൂട്ടുപിടിക്കാൻ, കൂട്ടുചേർക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഉമ്മമാർക്ക് പറ്റുള്ളൂ. അല്ലേ? ഉമ്മമാർക്ക് ബാപ്പയാവാം, ഉമ്മയാവാം. പറ്റോ? ഉമ്മമാർക്ക് ബാപ്പയും ഉമ്മയാവാം. ബാപ്പയ്ക്കോ ഉമ്മയാവാൻ പറ്റോ? മറ്റേത് ചങ്ങലകളില്ലെങ്കിലും ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് പറയാം. ഉണ്ടാ? പറ്റില്ല. എന്തേ? അത് വേറൊരു കാര്യമാണ് അല്ലേ? അത് വളരെ വളരെ പ്രശ്നമാണ്. പക്ഷേ ഈ ഉമ്മമാർക്ക് രണ്ടും ആവാൻ പറ്റും. ഞാൻ പറയുന്നത് ഇതാണ്. നമ്മുടെ മക്കളൊക്കെ 5-6 വയസ്സായി കഴിഞ്ഞ് നമ്മൾ മക്കളൊക്കെ മാറ്റിക്കിടത്താൻ പറയാറില്ലേ? മാറ്റിക്കിടത്തി തുടങ്ങിയ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദയവ് ചെയ്ത് മാറ്റിക്കിടത്തരുത്. അവരെ കൂടെ കിടക്കുക, അവരെ വിഷമങ്ങൾ കേൾക്കുക, അവരെ വർത്താനങ്ങൾ കേൾക്കുക, അവരെ കൂടെ സംസാരിക്കുക, അവരെ പറച്ചിൽ കേൾക്കുക, അവരെ കരച്ചിൽ കേൾക്കുക, അവരെ സങ്കടങ്ങൾ കേൾക്കുക, അവരെ ആവശ്യങ്ങൾ കേൾക്കുക, അവരെ സമാധാനിപ്പിക്കുക, അവരെ കൂടെ കിടക്കുക, അവരെ കൂടെ കളിക്കുക, അവരെ കൂടെ എന്തും ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആനപ്പാപ്പാനും ആനയായതല്ലേ നമ്മൾ, അല്ലേ? എന്തേ നമുക്കിപ്പോൾ ആവാത്ത? നമ്മുടെ മക്കള് 19-15 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സ് വരെ ഈ ബാപ്പമാർക്ക് ആരാ മക്കള്? ATM കൗണ്ടറാ. ആരാ? ATM കൗണ്ടർ. എന്താ ATM കൗണ്ടർ? നേരിട്ട് കണ്ടാൽ മിണ്ടില്ല. അതെ, അപ്പൊ തിരക്കണോ? ഇല്ല. എന്തേ? എനിക്കൊരു 100 രൂപ വേണം കേട്ടോ. ടിങ് കഴിഞ്ഞു. പാപ്പാരാ? ATM കൗണ്ടറല്ലേ? ഇല്ലേ? പല വീടുകളിലും നടക്കണില്ലേ ഇത്? നിങ്ങളൊക്കെ ചെറുപ്പക്കാരെ കുറച്ചും കൂടി ആവുമ്പോൾ നടക്കുന്നേ. ഇതാണ് പല സ്ഥലത്തും നടക്കുന്നത്. പിന്നെ കൊടുത്തില്ലെങ്കിലോ അമ്മയുടെ റെക്കമെൻഡ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അമ്മ റെക്കമെൻഡ് ചെയ്യുക. അതെ, കൊടുത്തില്ലെങ്കിൽ കുറെ കുഴപ്പം. കൊടുക്കും. ATM കൗണ്ടറായിട്ട് അച്ഛൻ മാറി. അച്ഛൻ വരുമ്പോ തുള്ളി കളിച്ചിരുന്ന മക്കള് ഇപ്പൊ അച്ഛൻ വരുമ്പോ എങ്ങനെയാ? അമ്മ പറയും, ഇത് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും. പുസ്തകം എടുത്തോ? മൊബൈൽ ഒരൊറ്റ അലക്ക എവിടെയാ? താഴേക്ക് ബുക്കിന്റെ ഇടയിൽ. പുസ്തകം എടുത്തു, വായിച്ചു തുടങ്ങി, പഠിച്ചു. അച്ഛൻ വരുമ്പോൾ അച്ഛപ്പം എന്തായി? ഒരു ഭാരമായി മാറി മക്കൾക്ക്. ഒരു പക്ഷേ അച്ഛനൊരു തണൽ. അച്ഛൻ വരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തുള്ളിച്ചാടി കളിച്ചിരുന്ന എൻ്റെ അച്ഛൻ വന്നേ, എൻ്റെ ബാപ്പ വന്നേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി കളിച്ചിരുന്ന മക്കള് ഇപ്പൊ ബാപ്പ വരുമ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ്. പേടിയാ. എന്തേ? എന്തിനിടയ്ക്കിടയ്ക്ക് എന്തേന്ന് ചോദിക്കണല്ലേ? ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ മക്കളൊപ്പം കെടുക്കുക. ബാപ്പമാർക്ക് ഒരിക്കലും ഒരു പരിധി വിട്ട് കെടുക്കാൻ പറ്റില്ല, കെടുന്നാലും കാര്യമില്ല. പക്ഷെ അമ്മമാര് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തലോടിക്കഴിഞ്ഞാൽ, തലമുടിമൊക്കെ തലോടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ എല്ലാ മക്കളും 99% അവരെ കൂടെ പിടിക്കാം. നോക്ക്, പറ്റുന്നേ. അവർക്ക് ഉണ്ടാക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൂടെ? 11 മണിക്ക് ചായ വേണോ? മോനെ ഉണ്ടാക്കി തരാമല്ലോ, ഉണ്ടാക്കി കൊടുത്തൂടെ? നമുക്ക് അതിനുള്ള സാധനമല്ലേ? ഫ്രിഡ്ജ് ഉണ്ട്, ഓവനുണ്ട്, ഇവനുണ്ട്, എല്ലാ സാധനം ഉണ്ട്. ഇല്ലേ? ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്താ? അവൻ പോവും. തിരിച്ചു വരുന്നവരെ അവന്റെ ഫോൺ ഇങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ എടുക്കോ? ദൈവത്താണ് എടുക്കോ? ഇതിപ്പോ വരും എന്ന് പറയും. 8 മണി തൊട്ട് പറയണ്ട ഇപ്പൊ വരും. എത്ര മണി വരെ? നമ്മുടെ ഉറക്കം പോണവരെ. അപ്പൊ മക്കളെ നമുക്ക് 11 മണി ചായ ഉണ്ടാക്കി കൊടുത്തോന്ന്. എന്താ ചെയ്യാ? ഉണ്ടാക്കുക. ഇത്രയൊക്കെ ബുദ്ധിമുട്ടില്ലേ? കഷ്ടപ്പെട്ടില്ലേ? അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. 15 വയസ്സ് വരെ 22 വയസ്സ് വരെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു. നമ്മൾ കൊടുക്കുന്ന സ്നേഹമൊക്കെ ഉണ്ട് അവർക്ക്. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, വിഷമം എല്ലാം ഉണ്ട് അവർക്ക്. അതൊക്കെ നമുക്ക് തിരിച്ച് പറയിപ്പിക്കാൻ അവർക്ക് അറിയുന്നില്ല. ഞാൻ തൊട്ടടുത്ത് നാളെ ITIയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ അമ്മമാരുടെ കാര്യങ്ങളും അച്ഛന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, പൊതുവായിട്ട് പറഞ്ഞേ, സാറേ ഞങ്ങളുടെ ജീവിതത്തിൽ
എല്ലാവരും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയാറുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല സാറേ എന്ന് പറഞ്ഞ്. എന്താണ് അച്ഛൻ, എന്താണ് അമ്മ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് പെൺകുട്ടിയാണ് പറഞ്ഞത് കേട്ടോ, മാളായിട്ടിയല്ലേ, ചാലക്കുടി ആയിട്ട് ഒരു ആൺകുട്ടിയെ പറഞ്ഞത്. അത് കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോളേ എന്തേ. അപ്പൊ എനിക്കൊന്ന് സംശയം, എന്തേ കുട്ടികൾക്ക് അത് പറയാതെ പോയേ, അറിയാതെ പോയേ, പറയാതല്ല അറിയാതെ പോയത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ കൂടെ കെടുത്താൻ നോക്കുക, കൂടെ ഇരിക്കാൻ നോക്കുക, കൂടെ കൊണ്ടടക്കാൻ നോക്കുക. കൊണ്ടടന്നില്ലെങ്കിൽ എന്താ കുഴപ്പം, കൊണ്ട് നടന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മക്കളൊക്കെ അറിയാം, അറിഞ്ഞൂടെ? മക്കൾ അറിഞ്ഞൂടെ? നമുക്ക് മക്കളുടെ കൂട്ടുകാരന്മാർ അറിയാം അല്ലേ? ഈ കൂട്ടുകാരന്റെ കൂട്ടുകാരനെ അറിയോ? അറിയില്ല. പലപ്പോഴും പല കേസുകളിലും പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം, കൂട്ടുകാരന്റെ കൂട്ടുകാരനാണ് ആ കഥാപാത്രത്തിലെ വില്ലനായി വരിക. നമ്മുടെ മക്കളൊക്കെ മോട്ടോർ സൈക്കിൾ ഓടിക്കില്ലേ? ഇപ്പൊ നമ്മുടെ മറ്റേ ടൈപ്പ് സാധനമൊക്കെ മോപ്പട്ടൊക്കെ കൊണ്ടുപോകില്ലേ? ഇല്ലേ? 18 വയസ്സാവുമ്പോൾ കൊണ്ടുപോകാറില്ലേ? കൊണ്ടുപോകണ്ടോന്ന് പറഞ്ഞാലും കൊണ്ടുപോകും ഇല്ലേ? ഇനിയൊരു കാര്യം അവരോട് പറയാട്ടാ, നമുക്ക് നല്ലൊരു കാര്യമാണ്. 18 വയസ്സിന് മുമ്പ് വണ്ടി ഓടിച്ചിട്ട് പോലീസുകാരോ ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 25 വയസ്സാവും ലൈസൻസ് കിട്ടണമെങ്കിൽ കേട്ടാ. പുതിയൊരു നിയമം വരുന്നുണ്ട്. 18 വയസ്സിന് മുമ്പ് വണ്ടി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ 25 വയസ്സാവും ലൈസൻസിന്. അതിന് മുമ്പ് വേറെ നിയമം ഇപ്പോഴുണ്ട്, ലൈസൻസ് കൊടുക്കണമെങ്കിൽ. ആ നിയമം വരും ഇപ്പോൾ, വന്നു തുടങ്ങി. ലൈസൻസ് 18 വയസ്സിന് മുമ്പ് ലൈസൻസ് ഉണ്ടാവില്ലല്ലോ. ലൈസൻസ് വേണ്ടാത്ത വണ്ടിക്ക് അത് നമ്മൾ ചിന്തിക്കണം. അവൻ 3 ആൾ വെച്ച പോവുള്ളൂ, 2 ആൾ വെച്ച് പോവില്ല, പേടിക്കണ്ട. ഞാൻ കാണണതാ കംപ്ലൈന്റ് ഇല്ല. 3 ആൾ വെച്ച് പോണതോ, 3 ആൾ വെച്ച് പോണതോ ഞാൻ ഒന്നും പറഞ്ഞില്ല. 3 ആൾ വെച്ച് പോണതോ, അതിലെത്ര മാക്സിമം സ്പീഡ് എത്രയാ? 25. എത്ര പോവുക വാഹനം? അതിനെല്ലാം വലിയനും പോവും, എല്ലാ വാഹനം പോവും. പണ്ടത്തെ വാഹനം മാത്രമേ കുറയുള്ളൂ. അപ്പൊ നമ്മുടെ മക്കള്, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് 18 വയസ്സിന് മുമ്പ് വാഹനം കൊടുത്തു കഴിഞ്ഞാൽ നിയമപ്രകാരം എന്തുണ്ട്? 25,000 രൂപ പിഴ. ആരൊക്കെ പോവാ? പാപ്പേരല്ലെങ്കിൽ ഉമ്മേരെ പേരിലാവും വണ്ടി, അവരെ കാശ് പോവും. മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു വിഷമം ഉണ്ടാവില്ല. ഉണ്ടാവോ? കുറച്ച് വിഷമം ഉണ്ടാവും. 2 ദിവസം ഒരു ബഹളം ഉണ്ടാവും. പാപ്പ വന്ന് ആ 25,000 രൂപ കൊടുക്കും. പക്ഷെ ഇപ്പോഴത്തെ നിയമമാണ് അവന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താ? അവന് ലൈസൻസ് കിട്ടാൻ 25 വയസ്സാവണം. എൻ്റെ മോനൊക്കെ 18 വയസ്സിന് മുമ്പ്, ആ കോവിഡ് വന്ന സമയമാണ്. അപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ 1 മാസം 2 മാസം 1 മാസം കഴിഞ്ഞു. അവൻ ആ 1 മാസം കഴിച്ച വിഷമം കാണണം. ജീവിതത്തിൽ വല്ല നീതി കിട്ടണ പോലെയായിരുന്നു അവൻ. ഇതങ്ങോട്ട് കിട്ടിയിട്ട് വേണേ പുറത്തിറക്കാനായിട്ട്. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ. അപ്പൊ അവരോട് പറയാ, നിങ്ങൾ ഇനി വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ 25 വയസ്സ് വരെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, 7 വർഷം കിട്ടില്ല എന്ന് പറയാം. അപ്പൊ അവര് പ്രായം 18 ഉള്ളൂ. പക്ഷെ ഇതുപോലെ നിയമത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പുതിയ നിയമം അപ്ഡേറ്റ് ചെയ്യുന്നത്, മാറ്റം വരുത്തണം കേട്ടോ. അപ്പൊ അത് നമ്മൾ കുട്ടികളോട് ഒന്ന് പറഞ്ഞു നോക്കുക. ഞാൻ ഇതൊന്നല്ല പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞതിലേക്ക് തീർച്ചയായിട്ടും വരെ നമ്മുടെ മക്കളെ കൂടെ കിടത്താൻ നോക്കുക. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞു, ആ മക്കൾ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ പറയാം കേട്ടാ. അപ്പോ നമ്മുടെ മക്കളെ എന്താ ചെയ്യാൻ പറഞ്ഞേ? ആ മക്കളെ നമുക്ക് കൂടെ പിടിച്ച് കിടത്താൻ പറ്റും. പെമ്മക്കളെ നമുക്ക് കൂടെ കിടത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ അവരെ നമ്മൾ സ്നേഹിക്കുക, മാക്സിമം കൂടെ പിടിക്കുക, തീർച്ചയായിട്ടും അവരെയും നമുക്ക് കിട്ടും കേട്ടാ. ജീവിതത്തിൽ അവരെ കൂടെ പിടിക്കുക, കൂടെ ചേർത്ത് പിടിക്കുക, അവരെ കൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നില്ലേ നമ്മൾ? അല്ലേ? നമ്മുടെ ഒരു ആഗ്രഹമല്ല അവർ സാധിച്ചു തരാത്തുള്ളൂ. നമുക്ക് ശ്രമിച്ചൂടെ? ഈ ശ്രമം വിജയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതമാകുന്ന ലഹരിയെ വാരിപ്പുണരാൻ നമ്മുടെ കുട്ടികൾക്കും അറിയണം. ഞാൻ നേരത്തെ ചോദിച്ചു, കുടുംബം ഒന്നിച്ചാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന്. കുടുംബം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കുക, കുടുംബം ഒന്നിച്ച് കിടക്കാൻ നോക്കുക, കുടുംബം ഒന്നിച്ച് എണീക്കാൻ നോക്കുക. എളുപ്പം പറ്റില്ല കേട്ടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വീണ്ടും പറയണം, നമ്മുടെ മക്കളെ കൂടെ ചേർത്ത് കൂടെ പിടിച്ച് കൂടെ കെടുത്താൻ നോക്കുക.
അവരോട് സംസാരിക്കാന്ന്, അവരെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ടാവുന്നേ, അത് കേൾക്കുക. ഇപ്പം നമ്മൾ 2 വർഷം ബുദ്ധിമുട്ടിയ നമുക്ക് ജീവിതകാലം മുഴുവൻ ദോഷിക്കും. ഇനി ഇതിൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു ലഹരി, ഈ മയക്കുമരുന്ന്. അതിൻ്റെ പേരെന്താ? മയക്കുമരുന്നാണ്. എന്താ മയക്കുമരുന്ന്? അതന്നെ എന്നിട്ട് മയക്കാനുള്ള മരുന്ന്, ഇത്രേ ഉള്ളൂ. മയക്കാനുള്ള മരുന്നാണ് മയക്കുമരുന്ന്. ഓക്കെ, നിങ്ങളൊക്കെ ഈ മയക്കുമരുന്ന് നിരോധിച്ചൂടെ എന്ന് ചോദിക്കാറില്ലേ? തോന്നാറില്ലേ? നിങ്ങൾക്ക് തോന്നാറില്ലേ? ഇല്ലേ? പാരസെറ്റമോൾ നിരോധിച്ച എന്താ കുഴപ്പം? പെയിൻ ഗുളികകൾ നിരോധിച്ച എന്താ കുഴപ്പം? അതായത് വേദന വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാറില്ലേ? ഇല്ലേ അമ്മമാരെ? ഇല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാറുണ്ട്. ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അവരെ വേദന നിയന്ത്രിക്കാനാണ് ഈ കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക. അത് മരുന്നായിട്ട് ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പം ഞരമ്പിനെ തളർത്താനും ഉണർത്താനും മയക്കാനും മൂന്നാട്ടാ എന്തുപയോഗിക്കുന്നുണ്ട്? ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് വേറൊരു സാധനമുണ്ട്. ഈ മയക്കുമരുന്നിൽ ഏറ്റവും, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മയക്കുമരുന്നിനെ കുറിച്ചാണ്. ഈ മയക്കുമരുന്ന് വെച്ചാൽ മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന്. ഇപ്പം നമ്മളൊക്കെ പേടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ രാസലഹരി എന്നൊക്കെ പറഞ്ഞത് പേടിപ്പിക്കുന്നുണ്ട് നമ്മളെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും പത്രം വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, MDMA LSD സ്റ്റാമ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. LSD സ്റ്റാമ്പ് എന്നൊക്കെ ഉള്ള പറഞ്ഞ സാധനം നമുക്ക് കുറച്ച് കുട്ടികളോട് കുറച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. LSD സ്റ്റാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂ സ്റ്റാമ്പില്ലേ, 1 രൂപയ്ക്ക് സ്റ്റാമ്പ് പൊട്ടിച്ച് നമ്മൾ എഴുതുന്നത്, അതിന് 9 കഷ്ണമാക്കുക. എത്ര? 9 കഷ്ണം ആക്കിയ നമ്മുടെ സ്റ്റാമ്പിൻ്റെ, ചെറിയ സ്റ്റാമ്പിൻ്റെ വലിപ്പം ഞാൻ പറയണം, അതിന് 9 കഷ്ണമാക്കിയ. ആ 9 കഷ്ണമാക്കിയാലേ ഒരു കഷ്ണം അവൻ വായലിട്ട് കഴിഞ്ഞാൽ അവൻ 34 മണിക്കൂർ കഴിഞ്ഞിട്ടാ പിന്നീട് സ്വബോധം വരും. പുത്തഞ്ചേരയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു കേസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ കണ്ടു പരിചയമില്ല, ഫോട്ടോ കണ്ടുള്ള പരിചയമുള്ളൂ, നേരിട്ട് കണ്ടു പരിചയമില്ല. അപ്പോൾ ആ പയ്യനോട് ചോദിച്ചു ഇതെന്താണെന്ന് വെച്ചു. സാർ ഏതാണ്? LSD. അവൻ ഒരു പ്രാവശ്യം പറയുള്ളൂ, ഇത്തിരി ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയണവരാ. രണ്ടാമത് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് പറയും, പിന്നെ മിണ്ടില്ല അവൻ. LSD എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നീ ഇത് ഉപയോഗിച്ചു? സാറേ ഇത് ഉപയോഗിച്ചാൽ പറക്കും, പറക്കാൻ തോന്നും. നീ പറന്നാന്ന് ചോദിച്ചു അവനോട്. എനിക്ക് മനസ്സിലായി അവൻ പറന്നിട്ടില്ല എന്ന്. എന്നാൽ പറന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അവൻ്റെ കയ്യും കാലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അല്ലേ? നീ അവിടെ ഇരുന്ന് കഴിച്ച, വീടിൻ്റെ മുകളിലിരുന്ന് കഴിച്ചതാണ്. ഓക്കെ, നന്നായി എന്ന് പറഞ്ഞു. എൻ്റെ നീ പറക്കാഞ്ഞേ? ഇല്ല സാറേ, ഞാൻ അപ്പോഴേക്ക് ഉറങ്ങിപ്പോയിന്ന്, മയങ്ങിപ്പോയിന്ന്. പിന്നെ എൻ്റെ ഇപ്പോൾ പിറ്റേ ദിവസം 12 മണിയായിരുന്നു. മനസ്സിലായ? ആ കഷ്ണം 3 എണ്ണം ഉണ്ടെങ്കിൽ 90 ദിവസം റിമാൻഡാ, ജയിലിൽ പോകും. കയ്യിൽ വെച്ച ഈ സാധനം എങ്ങനെ കാണും? എങ്ങനെ മനസ്സിലാവും? എങ്ങനെ അറിയും? നിങ്ങളെ ഞാൻ പേടിപ്പിക്കണോ ഇനി? പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞേ പറ്റും. ഇനി അടുത്തൊരു സാധനമുണ്ട്, MDMA ആണ്. 1 രൂപയിലിടോ അതിന്. ഞാൻ കണ്ടത് ഗുളികയായിട്ടാണ് പുത്തഞ്ചേരയിൽ വെച്ച് കണ്ടത്. ഇപ്പോൾ ക്രിസ്റ്റലായിട്ടാണ് ഒക്കെ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം അതല്ലേ? അനുഭവം കൊണ്ടാണ് ഉള്ളതാണ്. ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ ഇല്ല. അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ പോട്ടെ. പിന്നെ MDMA ആണ്. MDMA വെച്ചാൽ പ്രത്യേക രൂപമില്ല. ഞാൻ കണ്ടത് ഗുളികയായിട്ടാണ്. ഇപ്പം എന്താ? ക്രിസ്റ്റലായിട്ടാണ്. അപ്പൊ വെള്ള സാധനം പോലെ ആയിരിക്കും കാണുമ്പോൾ. അതിന് പൊടി പോലെ കാണാം. അതിനൊരു രൂപമില്ല, ഭാവമില്ല, ഒരൊറ്റ ഭാവമുള്ളൂ. കുറെ നേരം കെടുത്തും. പണ്ടത്തെ പോലെ കുട്ടികൾ വയ്ക്കുമ്പോൾ സിറിഞ്ചിന്റെ ആവശ്യമില്ല. നാളെ ഒരു ദിവസം വലിയപറമ്പ് ജയിലിൽ ഞങ്ങളിങ്ങനെ ഒരു കേസ് പിടിക്കാൻ പോയി ഒരു വീട്ടിൽ ഒരു പരാതിയൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ വീട്ടിൽ ആരുമില്ല. 5 കുട്ടികൾ അവിടെ. 5 കുട്ടികളും ചോദ്യം ചെയ്തു. എല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവരെല്ലാം ഒരാളെ കാത്തുക്കായിരുന്നു. പോട്ടെ, ഒരുത്തൻ വന്നത് കോടാലിന്നാ, ഒരുത്തൻ വന്നത് കൊടുങ്ങല്ലൂരിന്നാ, ഒരുത്തൻ വന്നത് വേറൊരു സ്ഥലത്തുനിന്നാ. എന്താ സ്നേഹമല്ലേ? എവിടേക്കാ? വലിയപറമ്പിലേക്ക്. എന്തിനാ? ഒരുത്തൻ്റെ കോളിൽ വന്നതാ. അവിടെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ഒരുത്തൻ്റെ ഫോൺ മേടിച്ച് ചോദിച്ച സമയത്ത് കുറേ കഴിയുമ്പോൾ അവൻ നമ്പർ അതിൻ്റെ അമ്മാന്ന് എഴുതിയിട്ടുണ്ട്. ആ കോള് വന്നു. അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് എടുത്തു. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ സാറായിരുന്നു. സാറ് വേഗം ഫോൺ മേടിച്ചിട്ട് ആരാന്ന് വെച്ചു. ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. ആ, നിങ്ങളുടെ അമ്മ ഞാൻ എക്സൈസിൽ ഇന്ന ആളാണെന്ന് പറഞ്ഞു.
നിങ്ങളുടെ മോൻ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ശ്രദ്ധിച്ചോട്ടാ, അവന് കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയോ? ഇല്ല സാറേ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അവൻ എവിടെയാ സാറേ? ഞങ്ങൾ പറഞ്ഞു മാളയിലാ അവൻ. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാ? കോടാലില്. സാറേ അവൻ ഇപ്പൊ വരാം, അച്ചാച്ചനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ അവൻ. എവിടെന്നാ? കോടാലിന്ന്. ഇപ്പൊ നിൽക്കണ എവിടെയാ? അച്ചാച്ചന് വയ്യാത്ത അച്ചാച്ചനെങ്കിൽ എന്തുണ്ടാവും? ഉള്ള സംഭവം. അവിടെ ഞങ്ങൾ പരിശോധന നടത്തിയ സമയത്ത് ഒരു സ്ഥലത്തൊരു സിറിഞ്ച് കിട്ടി, പഴയ സിറിഞ്ചാ. അപ്പൊ സാറ് ചോദിച്ചു, ഇതെന്താ ഇവിടെ സിറിഞ്ച്? ഈ സാറ് എന്തിട്ടാ പറഞ്ഞു? അത് പഴയ സാധന, അത് കോഴിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടെന്താന്ന്. ആരാ കുറ്റക്കാരൻ? സാറ്. ഇത് പഴയ സിറിഞ്ചാന്ന്. സിറിഞ്ചിന്റെ ആവശ്യമില്ല, ഇപ്പൊ സിറിഞ്ച് വേണ്ട. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇത് നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പിന്നെ കുറെ ഓയിലൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ. എന്തിനെ പറഞ്ഞതെന്നറിയോ? ഇതൊക്കെ ഉപയോഗിച്ചാലും ചെയ്താലും കുട്ടികളിലുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. പെട്ടെന്ന് നന്നായിട്ട് ഉറങ്ങും, ഭക്ഷണത്തിനോട് താല്പര്യം കുറയും, ബാത്റൂമിൽ പോയാൽ പെട്ടെന്ന് വരില്ല, കണ്ണുകളൊക്കെ ഇങ്ങനെ പതുക്കന് വ്യത്യാസം വരും, ചുണ്ടിന് ചെറിയ മാറ്റങ്ങളുണ്ടാവും, കൈവിരലുകൾ മാറ്റങ്ങളുണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞൊന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ എല്ലാ ലക്ഷണങ്ങളും എൻ്റെ മോനുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കല്ലേ ദയവ് ചെയ്ത് കേട്ടാ. ഏതെങ്കിലും മോനൊന്ന് പഠിച്ചിട്ടൊന്ന് ഉറങ്ങാൻ കെടുക്കണേ നമ്മുടെ ആദ്യത്തെ ചിന്ത ഏതാ? ഇതാണ് കേട്ടാ. ഞാൻ നിങ്ങളായതുകൊണ്ട് പറയല്ല, ഞാനൊരു +2 ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വഴിന് പോയത്, സുഹൃത്തല്ല ഭാര്യയാണ് കേട്ടോ, നുണ പറയണ്ടെന്ന് വെച്ചിട്ട്. നുണ പറയുമ്പോൾ എനിക്കൊരു വിഷമം. ഭാര്യ ടീച്ചറാണ് അവിടുത്തെ. അപ്പോൾ ആളുടെ ഒരു ഇതിലാണ് ഞാൻ പോയത്. ആളുടെ ഇതിലല്ല, വേറെ ആൾ വിളിച്ചിട്ട് ഞാൻ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത് എന്തിനാ ഇങ്ങനെ ആൾക്കാരേക്ക് അറിയിപ്പിക്കുന്നു ടീച്ചർമാരെ മുഴുവൻ? ഇതിനൊന്നും ഇത്ര പാട് വെച്ചാൽ നിങ്ങൾ ഇത്ര നേരം എന്ന് വെച്ച്. അപ്പോൾ എനിക്കും വിഷമമായി, ഞാൻ അങ്ങനെ ചെയ്തോണോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മാഷ് എന്നോട് ചോദിക്കുന്നു, ഒരു മാഷ് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുണ്ടായിരുന്നു കേട്ടോ. ആ മാഷ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, സാറേ എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് അവിടെ ഇരുന്നില്ല സാറേ എന്ന് വെച്ചു. എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സാറ് പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് തീരുമാനിച്ചു. എന്താ? എൻ്റെ മക്കളെ കഴിഞ്ഞ ആഴ്ചയാണ് മാറ്റിക്കെടുത്തത്, ഇനി എൻ്റെ ജീവിതത്തിൽ വരെ ഞാൻ മാറ്റിക്കെടുത്തില്ല എന്ന്. പിന്നെ എല്ലാ അമ്മമാരും പറഞ്ഞ ഒരൊറ്റ ടെൻഷനുള്ളൂ, എന്താ? എല്ലാ ലക്ഷണങ്ങളും എൻ്റെ മക്കൾക്ക് ഉണ്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറയാണ്, തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കാണരുത്. മനസ്സിലായ? വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല കേട്ടാ. ഈ ഒരു ക്ലാസ് കേട്ട് വന്ന് അവസാനം എന്നെയും കൂടിയും എൻ്റെ മക്കൾക്ക്, ഒരു മക്കളും എല്ലാ മക്കളും നല്ലവരാണ് മക്കളെ. ശ്രദ്ധിക്കുക, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവരെ കണ്ടുപിടിക്കാൻ ലക്ഷണങ്ങൾ. ഉറക്കമുണ്ടാവും, ഭയങ്കരമായ ഉറക്കമുണ്ടാവും, വിശപ്പ് കുറയുക, രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇത് നോക്കി ഉറപ്പാണ് എല്ലാ പിള്ളേരും 11 മണിക്ക് ഭക്ഷണം കഴിക്കുക. പിന്നെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെ വിചാരിക്കരുത്. ആ സമയത്ത് പോവാണ്ടിരിക്കുക, ആ സമയത്ത് വീട്ടിൽ കയറാതിരുന്നാൽ ചോദിക്കുക, സ്നേഹത്തോടെ ചോദിക്കുക. തല്ലിടാൻ പോയിട്ട് യാതൊരു കാര്യമില്ല പാപ്പന്മാരെ, തല്ലിടാൻ നിങ്ങൾ ഒറ്റപ്പെട്ടു. മക്കളോട് തർക്കിക്കാൻ പാടില്ല. ഇവരൊക്കെ ഉള്ള കാരണം എനിക്ക് പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ കേട്ടാ. കുറേ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ അത് വേറൊരു പ്രശ്നം ഉണ്ടാക്കും കേട്ടാ. ഒരിക്കൽ പോലും അവരെ ഉപദേശിച്ച് അവർക്ക് ഇഷ്ടണോ? ഉപദേശത്തിന്റെ ആദ്യത്തെ വാക്കർമ്മ അമ്മുമ്മ ഇതല്ല പറയാൻ പറഞ്ഞു, എനിക്കറിയാം ഇതന്നെ അല്ലേ. ഉപദേശേ ഇഷ്ടല്ല. അവനെന്താ? ഇൻസ്റ്റാഗ്രാം, ഞാൻ പറഞ്ഞില്ല അല്ലേ നിങ്ങളോട്, ഇൻസ്റ്റാഗ്രാം കണ്ടു, റീല് കാണും അല്ലേ. റീൽ ഇങ്ങനെ ഷോർട്ടാണ്, വളരെ ഷോർട്ടാണ്, അത്ര സമയത്തിനുള്ള അവർക്ക് കിട്ടണം. അവരുടെ ലൈഫും എന്തായി മാറി? ഈ ഷോർട്ടായി മാറി. അതിന് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മനസ്സിലായി. അവരുടെ ലൈഫ് ഉണ്ടല്ല ഇങ്ങനെ ചെറുതായി വന്നു, പെട്ടെന്ന് കിട്ടണം. ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ സിനിമ 2 മണിക്കൂറിന് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, 1 മണിക്കൂറിനോട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്തില്ല ക്ഷമയില്ലാണ്ടായിപ്പോയി. റീലില് 1 മിനിറ്റ് ആയിരുന്നു റീല്, ഇപ്പൊ റീല് കമ്പനിക്കാരെന്താക്കി 30 മിനിറ്റ് ആക്കി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടുന്നത് 20 സെക്കൻഡിന്റെ റീലാ. ക്ഷമയില്ല നമ്മുടെ മക്കളൊക്കെ അത്രയും മാറി. ആ കുട്ടികളോടാണ് നമ്മൾ എന്ത് പറയണ്? ഉപദേശം കൊണ്ട് ചെല്ലണ്. നന്നായില്ലേ? കേൾക്കൂല. സ്നേഹിക്കുക, സ്നേഹത്തോടെ പറയാ. അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്താൽ ഏത് മക്കളും അമ്മയുടെ മാറിൽ വീഴുന്നേ.
അമ്മ ഒന്ന് തലോടി വീഴാത്ത ഒരൊറ്റ മക്കളില്ലാന്ന്. നമ്മളെ ലോകത്ത് എവിടെ തോറ്റാലും സ്വന്തം അമ്മേരെ മുന്നിൽ 2 മണിക്കൂർ 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ വിഷമവും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഇതും നമുക്ക് മാറിക്കിട്ടും. അമ്മയ്ക്ക് മാത്രമേ പറ്റുന്നത്. എൻ്റെ മോൻ ഇന്ന് ഭാര്യയോട് ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, ഇത്ര നാളും അവനോട് ഞാൻ എന്താ പറഞ്ഞിട്ട്, അത് ചെയ്യടാ, അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു വയ്ക്കും വീട്ടിലുള്ള ദിവസേ. ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ റിസൾട്ട് ഒന്നും കിട്ടണില്ല. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിടാ, അതെ പെറ്റിങ്ങില് പട്ടീനൊന്ന് കുളിപ്പിച്ചോട്ടാ, ആ മീനിൻ്റെ അതൊന്ന് കഴിഞ്ഞ് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ഇന്നലെ ചെന്നപ്പോ, ഇന്ന് കാലത്ത് രാവിലെ എൻ്റെ ഭാര്യ പറഞ്ഞതാ, അവൻ പറഞ്ഞു, അമ്മേ അച്ഛന് വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ, അച്ഛൻ ഇപ്പൊ ഇങ്ങനെയുള്ളോ പറയുന്നു. സത്യമായിട്ടും പറയാ ഞാൻ. അപ്പൊ നമ്മുടെ മക്കളെ കൂടുതൽ സ്നേഹിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കുക. മേടിച്ചു കൊടുത്തോന്ന് കഴിയുന്നത്ര മേടിച്ചു കൊടുക്കുക. കഴിയുന്നത്ര സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാം യൂട്യൂബിലുണ്ടെന്നേ. പത്തിരി മുതൽ കുഴിമന്തി ഉണ്ടാക്കുന്നത് വരെ യൂട്യൂബിലുണ്ട്. ഒന്ന് ബുദ്ധിമുട്ടി കൂടെ അമ്മമാരെ. അവൻ പറഞ്ഞ സാധനം ഉണ്ടാക്കി കൊടുത്തൂടെ? ഉണ്ടാക്കി കൊടുക്കാന്ന്. അവനെ കൂടെ പിടിക്കുന്നു, അവളെ കൂടെ പിടിക്ക്, കൂടെ ഇരുത്ത്, അവനെ കൊണ്ട് അവളെ കൊണ്ട് ചെയ്യിക്ക്. ആ സ്നേഹവും ആ സന്തോഷം, തല്ലൂടലും ഇടിയും ചവിട്ടും ഒക്കെ ഇവിടെ കഴിയണം. നമ്മുടെ അടുക്കളയിൽ കഴിയണം. അവൻ പുറത്ത് പോകാണ്ടിരിക്കുക. അവൻ സമയത്തിന് വരുത്താൻ നോക്കുക. അവന് സമയം വിട്ട് പുറത്തേക്ക് അവനെങ്ങനെ പിടിച്ച് വലിച്ച് അവറിയാതെ നമ്മുടെ മാറിലും നമ്മുടെ വീട്ടിലുണ്ടാവണം. അവൻ നമുക്ക് പറ്റുന്നേ പറ്റും. സ്നേഹിച്ച് പിടിച്ച. ഇനി അവനോട് ശത്രുത, അച്ഛന്മാരെ യാതൊരു രക്ഷയില്ലാട്ടോ നമ്മൾ ശത്രുതയ്ക്കുന്നത്. ശത്രുവാണ് നമ്മള്. മാക്സിമം അവനെ കൂട്ടുപിടിക്കുക. അവനൊക്കെ തിരിച്ചറിയുന്ന എല്ലാം തിരിച്ചറിയും. എല്ലാ അച്ഛന്മാരും അമ്മമാരും തിരിച്ചറിയും. എത്രയെന്നറിയോ? ഒരു 10 വയസ്സ് വരെ അച്ഛനാണ് എൻ്റെ ഹീറോ, അച്ഛനാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ മക്കള് 15 വയസ്സാകുമ്പോ അച്ഛൻ എന്ന് പറയും അല്ലേ. 15 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയോ ഏറ്റവും വലിയ ശത്രു അവനാരാ? അച്ഛനാണ്. പിന്നെ ഇവൻ തിരിച്ചറിയും എപ്പോഴാണെന്നറിയോ? 55 വയസ്സാവണം ഇവൻ അച്ഛൻ ആരാന്ന് തിരിച്ചറിയാൻ, ബാപ്പ ആരാന്ന് തിരിച്ചറിയാൻ. അപ്പോഴേക്കും ഒരുപക്ഷെ ആ ബാപ്പ അവന്റെ കൂടെ മനസ്സിലാക്കാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോഴാണ് പറയും, എൻ്റെ ബാപ്പ എൻ്റെ മാതൃകയാണ്. അപ്പൊ മക്കൾക്കൊക്കെ സ്നേഹമുണ്ടെന്നേ, ഇഷ്ടമുണ്ട്. അവരെ കൂടെ കെടുത്ത്, അവരെ കൂടെ പിടിക്കുക, അവരെ കൂടെ എന്ത് ചെയ്യാൻ നോക്കുക, അവരെ കൂടെ നടക്കുക, എങ്ങോട്ട് വേണമെങ്കിലും പോവുക അവരെ കൂടെ. ഏട്ടാ അതൊക്കെ ഒന്ന് ശ്രമിക്ക്. നമ്മളെ മക്കളെ തിരിച്ച് നമുക്ക് പിടിക്കണം. ആരും പുറത്തു പോയിട്ടില്ല, നമ്മുടെ വീട്ടിലേക്ക് ഉണ്ട്. അവരോട് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറയാം. ഏത് വീട്ടിൽ പോയി കിടന്നാലും ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരുന്നില്ലേ അവൻ? അപ്പൊ ആ സമയത്ത് തല്ലൂടാതെ സന്തോഷത്തോടെ കൂട്ടിപ്പിടിക്കുക. ഏട്ടാ കൂട്ടിപ്പിടിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളെ കിട്ടുള്ളൂ. അവർ മോശക്കാരായിട്ടല്ല, പക്ഷെ അവർ ഇതാണ് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറെ നടന്നിട്ടുണ്ടാവും. അവരെ കോഴ്സുകൾ മാറിപ്പോയിട്ടുണ്ടാവും. കൂട്ടുകാരന്മാരൊക്കെ കോഴ്സ് മാറിപ്പോയിട്ടുണ്ടാവും. അവൻ അങ്ങനെ ബാക്കി പോവും, പുറത്തിറങ്ങാതെയാവും. പ്രിയമുള്ളവരെ, ജീവിതമാകുന്ന ലഹരിയെ വാരിപ്പുണരാനും അതിനെ കൂട്ടുപിടിക്കാനും നിങ്ങളുടെ പുത്തഞ്ചേറയിലുള്ള ഈ ഒരു അമ്മമാരുടെ കൂട്ടായ്മയ്ക്കും ഈ ബാപ്പന്മാരുടെ ഈ കരുതലിനും എല്ലാം കൂടി നിങ്ങൾക്ക് ഏവർക്കും കഴിയും എന്നൊരു ഉത്തമ വിശ്വാസമുണ്ട്. ജീവിതമാണ് ലഹരി എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇനിയെങ്കിലും നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നമ്മളെ മക്കളെ പഠിപ്പിക്കുക. ഇപ്പം മേടിച്ചു കൊടുക്കാതെ നാളെയോ മറ്റന്നാളോ അവന് മേടിച്ചു കൊടുക്കാനോ അവൾക്ക് മേടിച്ചു കൊടുക്കാനോ പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കഴിവും അച്ഛനമ്മയ്ക്ക് ഉണ്ടാവട്ടെ, ബാപ്പയ്ക്കും ഉമ്മയ്ക്ക് ഉണ്ടാവട്ടെ. നല്ലൊരു ജീവിതം നമ്മുടെ മക്കളൊക്കെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് ജീവിതത്തിൽ കാണട്ടെ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.